الصلاة والسلام على سيدنا محمد أشرف المرسلين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فكلا أخذنا بذنبه فمنهم من أرسلنا عليه حاصبا ومنهم من أخذته الصيحة ومنهم من خسفنا به الأرض ومنهم من أغرقنا وما كان الله ليظلمهم ولكن كانوا أنفسهم يظلمون. صدق الله العلي العظيم وصدق وبلغ رسوله الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വേദിയുടെ സമാദരണീയരായ അധ്യക്ഷൻ സയ്യിദ് അബ്ദുള്ള കോയ തങ്ങൾ പുല്ലൂർ, ഡിലേഡാണ് ഒരു 3 സ്റ്റെപ്പ് ഡിലേ ഓപ്പറേറ്റർ അവിടെ ഡിലേഡാണ് 3 സ്റ്റെപ്പ്. അതുപോലെ ഈ മഹത്തായ പരിപാടി ഉദ്ഘാടന കർമ്മം ചെയ്ത് ഇവിടെ നിന്നും യാത്ര ചോദിച്ച നമ്മളൊക്കെ ഏറെ സ്നേഹിക്കുന്ന ആദരിക്കുന്ന SYSന്റെ കരുത്തനായ സംസ്ഥാന ജനറൽ സെക്രട്ടറി സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ ജമലുല്ലൈലി, അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ SYSും SKSSFും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മജ്ലിസ് നൂറിൻ്റെ 3ാമത് വാർഷിക മതപ്രഭാഷണ പരമ്പരയുടെ സമാപന വേദിയിലാണ് നമ്മളൊക്കെ സമ്മേളിച്ചിരിക്കുന്നത്. അള്ളാഹു വലിയ ഒരു നന്മയായി നമ്മുടെ ഈ സദസ്സ് സ്വീകരിക്കുകയും നാളെ ജന്നാത്തുൻ നഈമിൽ ഇതുപോലെ ഒരുമിച്ച് കൂടാനും അള്ളാഹു നമ്മൾക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നാഫിയായ ഇൽമും ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് വന്നു പോയ തെറ്റുകുറ്റങ്ങളൊക്കെ അള്ളാഹു പുറത്തു തരികയും ഇനിയുള്ള കാലം തെറ്റ് ചെയ്യാതെ ജീവിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുച്ചരിച്ച് മരിക്കാനും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നന്മകൾ പ്രോത്സാഹിപ്പിക്കാനും തിന്മകളെ തടയാനുമുള്ള ആർജവവും തൻ്റെടവും മനക്കരുത്തും അള്ളാഹു മുസ്ലിം ഉമ്മത്തിന് നൽകി അള്ളാഹു നമ്മെ ആദരിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സമയം ഒരുപാട് വൈകിയെന്നറിയാം. 9:30 മണിയായി. 10:30 മണി 11 മണി വരെ ഇൻഷാ അല്ലാഹ് നമ്മൾക്ക് നമ്മുടെ ഈ പ്രഭാഷണം തുടരാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മഞ്ഞ് വീഴാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നത്. അപ്പോൾ നമ്മുടെ വിഷയം നന്മ വിളയാനും തിന്മ തടയാനും നമ്മൾക്ക് കൈകോർക്കാം എന്നൊരു വിഷയമാണ്. പ്രത്യേകിച്ച് നമ്മളൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യം തന്നെ തിന്മയിൽ നിന്ന്
നിയന്ത്രിക്കാൻ അല്പം പ്രയാസമുള്ള ഒരു സാഹചര്യമാണ്. ലാ ആസിമൽ യൗമ മിൻ അംരില്ലാഹി ഇല്ലാ മൻ റഹിം. അള്ളാഹുവിൻ്റെ കാരുണ്യമുള്ള ആളുകൾക്ക് മാത്രമേ തിന്മകളിൽ നിന്നൊക്കെ പൂർണ്ണമായി മാറി നിന്ന് നന്മ ചെയ്ത് ജീവിക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് നമ്മളൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അന്ത്യനാളിൻ്റെ ലക്ഷണങ്ങൾ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറുതും വലുതുമായി ഒരുപാട് എണ്ണിത്തന്നപ്പോൾ അതിൽ ചില അടയാളങ്ങൾ ഇങ്ങനെ കാണാം. ലാ യഅരിഫു മഅറൂഫൻ വലാ യുൻകിറു മുൻകറാ. നന്മയായി തിരിച്ചറിയാത്ത ഒരു കാലവും തിന്മയായി തിരിച്ചറിയാത്ത കാലവും നമ്മളിലേക്ക് കടന്നു വരുമെന്ന് ഷഫീഉൽ വറാ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിൻ്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പറഞ്ഞു, ലാ യഅതി അലൈക്കും സമാൻ. നിങ്ങളിലേക്ക് വരാനിരിക്കുന്നതൊക്കെ കഴിഞ്ഞ വർഷത്തെക്കാളും ഷർറായ വർഷങ്ങളാണ്. അപ്പോൾ ഇന്നലത്തേതിനേക്കാളും കൂടുതൽ തിന്മയാണ് ഇന്ന് നടക്കുക. ഇന്നത്തേതിനേക്കാളും കൂടുതൽ തിന്മയാണ് നാളെ നടക്കുക. ഇതിൻ്റെ വിശദീകരണത്തിൽ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത്, അഖല്ലു ഇൽമൻ മിനൽ യൗമില്ലദീ ഖബ്ലഹ. ഇന്നലത്തേതിനേക്കാളും ഇൽമ് നാളെ കുറഞ്ഞു പോകും. നാളത്തേതിനേക്കാളും ഇൽമ് മറ്റന്നാൾ കുറഞ്ഞു പോകും. അങ്ങനെ ഇൽമ് ദിവസം കഴിയുന്തോറും ഇൽമ് കുറഞ്ഞു വരുന്നൊരു സാഹചര്യം നമ്മളിൽ ഉണ്ടാകുമെന്ന് ഷഫീഉൽ വറാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് മഹാന്മാർ പഠിപ്പിച്ചു, ഇൽമ് കുറയുക എന്ന് പറഞ്ഞാൽ ആലിമീങ്ങൾ ലോകത്തോട് വിട പറയലാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മോട് വിട പറയലാണ്. ഈ ഒരു വർഷക്കാലയളവിൽ പ്രബുദ്ധ കേരളത്തിൻ്റെ പ്രഗത്ഭരായ പണ്ഡിത ജ്യോതിസുകളൊക്കെ നമ്മോട് വിട പറഞ്ഞു പോയ ഒരു വർഷമാണ്. അപ്പോൾ ഇനി വരാനിരിക്കുന്നത് ഇൽമ് കുറയുന്ന ഒരു വർഷമാണ്. അങ്ങനെ ഇൽമ് കുറയുന്നത് എങ്ങനെ? ഫഇദാ ദഹബൽ ഉലമാഉ. ആലിമീങ്ങൾ ലോകത്തോട് വിട പറഞ്ഞു പോയാൽ ഇസ്തവന്നാസ്, ജനങ്ങൾ സമന്മാരാകും. ആലിമീങ്ങളും ആലിമീങ്ങളല്ലാത്ത പാമരന്മാരും വിദ്യാഭ്യാസമുള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള ഡിഫറൻസ്, വ്യത്യാസം അത് കുറഞ്ഞു വരും. രണ്ടുപേരും സമന്മാരാകും. ആലിമീങ്ങളൊക്കെ മരിച്ചു പോയാൽ പിന്നെ എല്ലാ ആളുകളും സമന്മാരാകും. അങ്ങനെ സമന്മാരായാലോ വലാ യഅ്മുറൂന ബിൽ മഅറൂഫ്. ആലിമീങ്ങളൊക്കെ മരിക്കാൻ തുടങ്ങിയാൽ പിന്നെ നന്മ കൊണ്ട് കൽപ്പിക്കുന്ന ആളുകൾ ഭൂലോകത്തുണ്ടാവൂല. വലാ യൻഹൗന അനിൽ മുൻകർ. തിന്മ തടയുന്ന ആളുകളും നമ്മുടെ ഭൂലോകത്ത് നമ്മൾക്ക് കാണാൻ സാധിക്കൂല. ഫഇൻദ ദാലിക യുഹ്ലകൂൻ. അങ്ങനെ ഒരു സാഹചര്യം നമ്മളിൽ ഉണ്ടായാൽ അത് നമ്മുടെ നാശത്തിന്റെ ലക്ഷണമാണെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ തിന്മ തടയുകയും നന്മയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തില്ല എങ്കിൽ അത് നമ്മുടെ നാശത്തിന് കാരണമാകുമെന്ന് ഷഫീഉൽ വറാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു സങ്കീർണമായ ഒരു കാലഘട്ടം, ആളുകൾക്കൊക്കെ തിന്മ ചെയ്യുന്ന ആളുകളോട് താല്പര്യം, തിന്മയോട് താല്പര്യം. നന്മയൊക്കെയുണ്ട്, ഇല്ല എന്നല്ല. നന്മയോട് കൂടെ തന്നെ തിന്മയും അതിനോട് ചേർത്ത് വെച്ച് രണ്ടും കൂടി ഒന്നിച്ച് ചെയ്യുന്നൊരു സ്വഭാവം നമ്മുടെ സമൂഹത്തിൽ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅഅലമന്ന അഖ്വാമൻ മിൻ ഉമ്മതി. എൻ്റെ സമുദായത്തിൽപ്പെട്ട ചില ആളുകളെ എനിക്കറിയാം. എൻ്റെ സമുദായത്തിൽപ്പെട്ട ചില ആളുകളെ എനിക്കറിയാം. യഅതൂന യൗമൽ ഖിയാമത്തി ബിഅഅമാലിൻ കഅംസാലി ജിബാലി തിഹാമത ബൈളാ. തിഹാമ പർവ്വതം കണക്കെ നന്മയുടെ കൂമ്പാരവുമായി അള്ളാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു വരുന്ന ഒരുപാട് ആളുകളെ എനിക്കറിയാമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുപാട് നന്മകൾ, തഹജ്ജുദ് നിസ്കാരങ്ങളുണ്ട്, സകാത്തുകളുണ്ട്, സ്വതക്കകളുണ്ട്, വഅലുണ്ട്, എല്ലാമുണ്ട്. ആ നന്മകളുമായി അള്ളാഹുവിന്റെ കോടതിയിലേക്ക് ഇവർ കടന്നു വരുമ്പോ
യജഅലുഹല്ലാഹു ഹബാഅൻ മൻസൂറാ. അവരുടെ നന്മകളെ അല്ലാഹു ചീട്ട് കൊട്ടാരം പോലെ തവിട് പൊടിയാക്കി മാറ്റുമെന്ന് ഷഫീഉൽ വറ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. വലിയ വലിയ ഹാജിമാർ ഒരുപാട് നന്മ ചെയ്ത് ദുനിയാവിൽ ജീവിക്കുകയും എന്നിട്ട് ഇവിടെ നിന്ന് ലോകത്തോട് വിട പറഞ്ഞു. അല്ലാഹുവിനെ കാണാൻ മഹ്ശറ ലോകത്തേക്ക് പ്രതീക്ഷയോടെയാണ് കടന്നു വരുന്നത്. കാരണം ഞാൻ ഒരുപാട് ഹജ്ജ് ചെയ്തിട്ടുണ്ടല്ലോ, ഒരുപാട് സുന്നത്ത് നോമ്പ് ഞാൻ എടുത്തിട്ടുണ്ടല്ലോ, സദഖ ഞാൻ കൊടുത്തിട്ടുണ്ടല്ലോ, സുന്നത്ത് നിസ്കാരങ്ങൾ ഞാൻ നിസ്കരിച്ചിട്ടുണ്ടല്ലോ. പ്രതീക്ഷയോടെ അള്ളാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു വരുമ്പോഴാണ് അള്ളാഹു അവന്റെ പർവ്വതം കണക്കെയുള്ള നന്മകളെ അള്ളാഹു ചീട്ട് കൊട്ടാരം പോലെ ധൂളികളായി പൊടിപൊടിയായി അള്ളാഹു വലിച്ചെറിയുമെന്ന് അള്ളാഹുവിന്റെ ഹബീബ് പറയുമ്പോഴാണ് ഒരു സഹാബി ചോദിച്ചത്, ജല്ലിഹിം ലനാ, നബിയെ അവരാരാണെന്ന് പറഞ്ഞു തരുമോ നബിയെ? ജല്ലിഹിം ലനാ യാ റസൂലല്ലാഹ്, അവരാരാണെന്ന് പറഞ്ഞു തരുമോ നബിയെ? എന്തിനാണിത്? ലിഅല്ലാ നകൂന മിൻഹും, അവരിൽ ഞങ്ങൾ പെടാതിരിക്കാൻ. അവരുടെ സ്വഭാവം ഇതാണെന്നറിഞ്ഞാൽ ആ ഒരു സ്വഭാവത്തിൽ നിന്ന് മാറി നിൽക്കാലോ. അതുകൊണ്ട് അവരെ പരിചയപ്പെടുത്തണേ എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, യഖുദൂന മിനൽ ലൈലി കമാ തഖുദൂൻ, നിങ്ങൾ രാത്രി തഹജ്ജുദ് നിസ്കരിക്കുന്നത് പോലെ, നിങ്ങൾ ഖിയാമുൽ ലൈൽ നിസ്കരിക്കുന്നത് പോലെ, നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നത് പോലെ അവരും അല്ലാഹുവിനെ ആരാധിക്കുന്നുണ്ട്. പക്ഷേ ഇദാ ഖലൗ ബിമഹാരിമില്ലാഹ്, ഹറാം ചെയ്യാൻ അവർക്കൊരവസരം ലഭിച്ചാൽ, തെറ്റ് ചെയ്യാൻ അവർക്കൊരവസരം ലഭിച്ചാൽ, അവർ ഇന്നലെ വരെ ചെയ്ത നന്മകളെ ഈ ഒരു തെറ്റുകൊണ്ട് അവർ പൊളിച്ചു കളയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. വാലിനൊക്കെ നമ്മുടെ പെണ്ണുങ്ങൾ സജീവമാണ്. 7 മണിക്ക് തന്നെ ഇന്ന് വന്നിട്ട് ഇരിക്കാൻ തുടങ്ങിയെന്നാണ് സംഘാടകർ പറഞ്ഞത്. മാഷാ അല്ലാഹു സ്വീകരിക്കട്ടെ. പക്ഷെ പ്രശ്നം എന്താ? ഇപ്പം നാളെ ഒരു ഗാനമേള വെക്കുകയാണ്. കള്ളും കുടിച്ച് പാട്ടുപാടി ആഭാസങ്ങൾ നടക്കുന്ന എന്തെങ്കിലും ഒരു പരിപാടി നമ്മുടെ നാട്ടിൽ നടക്കുമ്പോൾ അതിലേക്ക് നമ്മുടെ പെണ്ണുങ്ങൾ സജീവമാണ്. ഇദാ ഖലൗ ബിമഹാരിമില്ലാഹ്, ഹറാം ചെയ്യാനുള്ള ഒരു അവസരം ലഭിക്കുമ്പോ, ഇതൊരു അല്ലാഹുവിന്റെ സന്ദേശം സമുദായത്തിന് കൈമാറുന്ന ഒരു പദ്ധതിയാണിത്. എന്നാൽ നാളെയോ മറ്റന്നാളോ അല്ലെങ്കിൽ നമ്മുടെ നാടുകളിൽ എവിടെയെങ്കിലും ആവട്ടെ, നമ്മുടെ നാടുകളിൽ നടക്കുന്ന ഏതെങ്കിലും ഒരു ഫംഗ്ഷനുകളിൽ ഹറാമായ പാട്ടുകളോ ഹറാമായ കച്ചേരികളോ ഹറാമായ എന്തെങ്കിലും ആഭാസങ്ങൾ നടക്കുമ്പോ അതിലേക്കും നമ്മുടെ പെണ്ണുങ്ങൾ കടന്നു പോകുന്നത് ഇവർ മുൻകാലങ്ങളിൽ ചെയ്ത എല്ലാ നന്മകളെയും പൊളിച്ചു കളയാൻ കാരണമാകുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹ്. നമ്മളെ കുഴപ്പം ഇതാണ്, അവർക്ക് നന്മയ്ക്കൊന്നും കുറവില്ല, നന്മയ്ക്ക് കുറവൊന്നുമില്ല. നാളെ ഒരു ഗാനമേള വെച്ച് അവിടെ ഉണ്ടാകും പെണ്ണുങ്ങളൊക്കെ സജീവമായിട്ട് കുപ്പായിട്ടിട്ട്. ആണുങ്ങളുണ്ടാവും, പെണ്ണുങ്ങൾ മാത്രമല്ല. എന്തെങ്കിലും ആഭാസങ്ങൾ, സമുദായം അള്ളാഹുവിന്റെ ഹബീബ് പഠിക്കാത്ത അനാചാരങ്ങള് നമ്മളുമായി ബന്ധപ്പെട്ട മുസ്ലിം സംഘാടകർ തന്നെ സംഘടിപ്പിക്കുമ്പോ അവിടെയും നമ്മൾ സജീവമാണ്. അതാണ് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, ഇദാ ഖലൗ ബിമഹാരിമില്ലാഹ്, ഹറാമായ ഏതെങ്കിലും ഒരു കാര്യം അവർക്ക് ചെയ്യാൻ അവസരമുണ്ടായാൽ, ഒരു എക്സ്പോ വരികയാണ്, ഒരു സർക്കസ് വരികയാണ്, ഒരു ഗാനമേള വരികയാണ്, അല്ലെങ്കിൽ ഹറാമായ ഏതെങ്കിലും ഒരു പ്രോഗ്രാം കടന്നു വരുമ്പോ ഇന്നലെ വരെ ചെയ്ത നന്മകളെ അവര് പൊളിച്ചു കളയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പേടിക്കേണ്ട ഹദീസാണിത്. നന്മ മാത്രം ചെയ്താൽ പോരാ, തിന്മയിൽ നിന്ന് മാറി നിൽക്കുകയും വേണം. അതാണ് നന്മ വളരാനും തിന്മ തളരാനും നമ്മൾ കൈകോർക്കണമെന്ന് പറയുന്നത്. നന്മ വളർന്നാൽ മാത്രം പോരാ, തിന്മയെ തളർത്തേണ്ടതും തിന്മയെ വർജിക്കേണ്ടതും തിന്മയെ തടയേണ്ടതും നമ്മുടെ ദൗത്യമാണ്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിച്ചതെന്താ?
മൻ റആ മിൻകും മുൻകറാ, നമ്മളിൽ ഒരാൾ ഒരു തെറ്റ് ചെയ്യുന്നത് കാണാനിടയായാൽ ഫൽയുഗയ്യിറുഹു ബിയദി, അവന്റെ കൈ കൊണ്ട് തന്നെ തടയണമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. കള്ള് കുടിക്കുന്നത് കാണാനിടയായാൽ അവന്റെ കള്ളിന്റെ പാനചഷകം, അവന്റെ കള്ളിന്റെ പാത്രം എന്റെ കൈ കൊണ്ട് ഞാൻ എറിഞ്ഞുടക്കണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പാട്ട് പാടുന്ന മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിക്കുന്നത് മദ്ദളമാവട്ടെ, മ്യൂസിക് ആവട്ടെ, മ്യൂസിക്കിന്റെ ഏത് ഇനങ്ങളാവട്ടെ ഹറാമാണെന്ന് അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച ഏതെങ്കിലും മ്യൂസിക്കിന്റെ ഉപകരണങ്ങൾ ഉപയോഗിച്ച് പാട്ട് പാടുന്നതോ പാട്ട് കേൾക്കുന്നതോ കാണാനിടയായാൽ ആ ഒരു ഇൻസ്ട്രുമെന്റിനെ തന്നെ, ആ ഒരു ഉപകരണത്തെ തന്നെ എറിഞ്ഞുടക്കണമെന്നാണ് ശഫീഉനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. ഫൽയുഗയ്യിറുഹു ബിയദിഹി, അവന്റെ കൈ കൊണ്ട് അതിനെ തടയണം. ഹറാമായ അന്യപുരുഷനും അന്യസ്ത്രീയും ഒരുമിച്ച് നടക്കുന്നതോ ഒരുമിച്ച് സംസാരിക്കുന്നതോ ഒരുമിച്ച് കൂടെ പോകുന്നതോ കണ്ടാൽ ഫൽയുഗയ്യിറുഹു ബിയദിഹി, കൈ കൊണ്ട് തടയണമെന്നാണ് പറഞ്ഞത്. പക്ഷേ നമ്മുടെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ അത് വലിയ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം. കൈകൊണ്ട് തടഞ്ഞാൽ വലിയ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം. അതിന്റെ പേരിൽ സംഘട്ടനങ്ങൾ ഉണ്ടായേക്കാം. അതിന്റെ പേരിൽ നാട്ടിൽ വലിയ ഫിത്നയും ഫസാദും അക്രമങ്ങളും അനാചാരങ്ങളും കൊള്ളിവെപ്പും ഉണ്ടാവാൻ സാധ്യതയുണ്ടെങ്കിൽ എന്റെ ചെറുപ്പക്കാരാ, നിങ്ങൾ കൈകൊണ്ട് തടയരുതേ. കൈകൊണ്ട് തടഞ്ഞാൽ ഖൈറുണ്ട് എന്നറിഞ്ഞ കൈകൊണ്ട് തടയാം. ഇപ്പൊ ഉപ്പയ്ക്ക് മക്കളെ കൈകൊണ്ട് തടയാൻ പറ്റും, ഉസ്താദിന് ശിഷ്യന്മാരെ കൈകൊണ്ട് തടയാൻ പറ്റും. പക്ഷേ എല്ലാ ആളുകൾക്കും നാട്ടുകാർ ചെയ്യുന്നൊരു തെറ്റിനെ കൈകൊണ്ട് തടയാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അങ്ങനത്തെ കൈകൊണ്ട് തടഞ്ഞാൽ നാട്ടിൽ കുഴപ്പങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ടെങ്കിൽ ഫബിലിസാനി, നിങ്ങളുടെ നാവ് കൊണ്ട് തടയണേ, നാവ് കൊണ്ട് നിങ്ങളത് പറയണേ. ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. പള്ളിയുടെ ഖതീബുമാർ നാട്ടിൽ നടക്കുന്ന ആഭാസങ്ങളെ കുറിച്ച് പ്രഭാഷണം നടത്തിയാൽ നാട്ടുകാർക്ക് അവരെ ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. അടുത്ത ആഴ്ച തന്നെ റീസൈൻ ചെയ്ത് രാജിവെച്ച് നാട് വിടേണ്ട അവസ്ഥ നമ്മുടെ ഖതീബന്മാർക്കുണ്ടാകും. പക്ഷേ ഉസ്താദുമാർ അങ്ങനെ രാജിവെച്ച് പോവേണ്ടവരല്ല. രാജിവെക്കേണ്ടി വന്നാൽ രാജിവെച്ച് അടുത്ത മഹല്ലിൽ പോയാൽ അവിടെയും കാണുന്ന തിന്മകൾക്കെതിരെ അവർ ശബ്ദിക്കണം. പക്ഷേ ശബ്ദിക്കേണ്ട രീതിയുണ്ട്, തിന്മയെ തടയേണ്ട രീതിയുണ്ട്. തോന്നും പോലെ ഇന്നാലിന്ന ആളുകളെ പേര് വിളിച്ചിട്ട് ഇന്നാലിന്ന ആൾ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് പരസ്യമായി ആക്ഷേപിക്കുന്നത് ഇസ്ലാമിന്റെ വഴിയല്ല, ഇസ്ലാമിന്റെ സംസ്കാരമല്ലാതെ. നാട്ടിലൊരു ആചാരം, നാട്ടിലൊരു അനാചാരം, നാട്ടിലൊരു ആഭാസം നടക്കുന്നുണ്ടെങ്കിൽ പള്ളിയുടെ ജുമുഅ നിസ്കാര ശേഷം സമൂഹത്തെ ബോധവൽക്കരിക്കാൻ ആളുകളുടെ പേര് പറയാതെ ഇന്നാലിന്ന് തെറ്റിവിടെ നടക്കുന്നുണ്ട്, അത് വർജിക്കേണ്ടതാണ് എന്ന് പറയേണ്ടത് നമ്മുടെ പള്ളിയുടെ ഉസ്താദുമാരുടെ, ഖതീബന്മാരുടെ, പള്ളിയുടെ പ്രസിഡന്റുമാരുടെ, പള്ളിയുടെ സെക്രട്ടറിമാരുടെ. പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും ഈ തിന്മയിൽ വ്യാപൃതരാണെങ്കിൽ അവരതിന് ശബ്ദിച്ചു എന്ന് വരില്ല. അപ്പൊ പള്ളിയുടെ ഉസ്താദിന്റെ ഡ്യൂട്ടിയാണ് സംസാരിക്കേണ്ടത്. കാരണം കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഅയ്യതി, എല്ലാവരും ഭരണാധികാരിയാണല്ലോ. എല്ലാവരോടും അവരവരുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് അള്ളാഹു ചോദിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖതീബിന്റേതായ ഉത്തരവാദിത്തങ്ങളുണ്ട്. ദഅവത്ത് നടത്തുന്ന ദായികൾക്ക്, ദഅവത്ത് പറയുന്ന ഉസ്താദുമാർക്ക് അവരുടേതായ ഉത്തരവാദിത്തങ്ങളുണ്ട്. അതുപോലെ തന്നെ ഒരു പള്ളി പ്രസിഡന്റിനും പള്ളി സെക്രട്ടറിക്കും നാട്ടിലുള്ള നേതാക്കന്മാർ, രാഷ്ട്രീയ സംഘടന നവോമണ്ഡലങ്ങളിൽ പ്രജ്വലിച്ചു നിൽക്കുന്ന എല്ലാ വ്യക്തിത്വങ്ങൾക്കും അവരവരുടേതായ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരോടും അവരവരുടെ ബാധ്യതയെക്കുറിച്ച് അല്ലാഹു നാളെ ചോദിക്കാൻ പോവുകയാണ്. എന്തിനേറെ വീടിന്റെ ഉത്തരവാദിത്തം ഉപ്പയ്ക്കാണ്. സ്വന്തം വീട്ടിലെ മക്കളൊരു ഹറാമ് ചെയ്താൽ അള്ളാഹു ചോദിക്കുന്നത് പിതാവിനോടാണ്. താൻ വാങ്ങിച്ചു കൊടുത്ത ടെലിവിഷനിലൂടെ പച്ച ഹറാമ് കാണുന്ന മക്കള്, ആ ഹറാമ് അള്ളാഹു ചോദിക്കുന്നത് പിതാവിനോടാണ്. നീ കണ്ടിട്ടില്ലേ? എന്തേ നീ തടയാത്തത്?
മക്കളിങ്ങനെ സീരിയൽ കാണുകയാണ്. അള്ളാഹുവിന്റെ ചോദ്യം പിതാവിനോടാണ്. നിന്റെ ചെലവിൽ നിന്റെ വീട്ടിൽ നീ വളർത്തുന്ന മക്കളെ ഹറാമ് പച്ചയ്ക്ക് കാണുമ്പോ എന്തേ തടയാത്തത്? കൈകൊണ്ട് തടയാൻ പറ്റൂലേ? നിന്റെ മക്കളെ നിങ്ങൾക്ക് കൈകൊണ്ട് തടയാൻ പറ്റില്ലെങ്കിൽ പിന്നെ ആരാണ് ഇവിടെയുള്ള തിന്മകൾ ചെറുക്കേണ്ടത്? ഹറാമല്ലേ കാണുന്നത്, ആഭാസങ്ങളല്ലേ കാണുന്നത്. ഇനി ഉപ്പമാര് നാട്ടിലില്ല, ഉപ്പമാര് വീട്ടിലില്ല. ഉപ്പമാര് നാട്ടിലില്ലാത്ത സമയങ്ങളിൽ ഉമ്മമാരെ ചോദ്യം നിങ്ങളോടാണ്, ചോദ്യം നിങ്ങളോടാണ്. നിങ്ങൾക്കൊരു പക്ഷെ കൈകൊണ്ട് തടയാൻ പറ്റിയില്ല എന്ന് വരാം. സിനിമ കാണുന്ന മക്കളെ, സീരിയൽ കാണുന്ന മക്കളെ, ആഭാസങ്ങളുടെ അർദ്ധനഗ്നരായ സ്ത്രീകളുടെ നൃത്തങ്ങൾ കാണുന്ന മക്കളെ കൈകൊണ്ട് തടയാൻ നിങ്ങൾക്ക് സാധിച്ചില്ലേ? ഫബിലിസാനി, നിങ്ങളുടെ നാവ് കൊണ്ടെന്ന് പറയണേ ഉമ്മമാരെ. നാവ് കൊണ്ടെന്നവരെ ഉണർത്തണേ ഉമ്മമാരെ. സിനിമ കാണുന്ന മക്കളോട് പറയണേ, മോനെ ഇത് ഹറാമാണ്, കാണല്ല. സീരിയൽ കാണുന്ന മക്കളോട് പറയണേ, മോനെ ഇത് ഹറാമാണ്, ഇത് കാണാൻ പാടില്ല. മക്കൾ കേട്ടില്ലേ? നിന്റെ ഉത്തരവാദിത്വം കഴിഞ്ഞിരിക്കുകയാണ് ഉമ്മ. നമ്മുടെ ഉത്തരവാദിത്വം കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ഉത്തരവാദിത്വം എന്താ? ഫബിലിസാനി, കൈകൊണ്ട് തടയാൻ പറ്റുന്നില്ലേ? നിങ്ങൾ നാവ് കൊണ്ട് തടയണേ. ഇങ്ങനെ ഈ ബാധ്യതകളൊന്നും നിറവേറ്റാതെ ഒരു ഉമ്മയോ ഒരു ഉപ്പയോ മരിച്ചുപോയാൽ, ഉത്തരവാദിത്വമുള്ള ആളുകൾ മരിച്ചുപോയാൽ, കമ്മിറ്റി ഭാരവാഹികൾ, സംഘടനയുടെയോ രാഷ്ട്രത്തിന്റെയോ രാഷ്ട്രീയമായ കാര്യങ്ങളിലോ നേതൃത്വത്തിലുള്ള ആളുകൾ അവരുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാതെ മരിച്ചുപോയാൽ, അല്ലാഹു ഒരാൾക്ക് അധികാരം നൽകി, ഉത്തരവാദിത്തങ്ങൾ നൽകി. അദ്ദേഹം മരിച്ചു പോകുന്ന സമയത്ത് തന്റെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാതെയാണ് മരിച്ചു പോകുന്നതെങ്കിൽ, തന്റെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാതെയാണ് മരിച്ചു പോകുന്നതെങ്കിൽ, അവർക്ക് സ്വർഗ്ഗം ഹറാമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. നമ്മൾക്ക് എല്ലാ ആളുകൾക്കും നമ്മളുടേതായ ഉത്തരവാദിത്തങ്ങളുണ്ട്. എല്ലാ ആളുകൾക്കും ഉണ്ട്. അതാ പറഞ്ഞത് കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഅയ്യത്തി. എല്ലാവർക്കും അവരവരുടേതായ ചില ഉത്തരവാദിത്തങ്ങൾ, ചില റെസ്പോൺസിബിലിറ്റീസ്. അതിനെക്കുറിച്ച് അള്ളാഹു വ്യക്തമായി നാളെ ചോദിക്കും. അപ്പൊ കൈകൊണ്ട് തടയേണ്ടവർ കൈകൊണ്ട് തന്നെ തടയണം. നാവ് കൊണ്ട് തടയേണ്ടവർ നാവ് കൊണ്ട് തന്നെ തടയണം. ഇനി കൈകൊണ്ടോ നാവ് കൊണ്ടോ തടയാൻ പറ്റാത്ത ആളുകളാണെങ്കിൽ അവന്റെ ഹൃദയം കൊണ്ടൊന്ന് വെറുത്തു പോവണേ. ഡിലേ ഇട്ടൂടെ എന്ന് ഓപ്പറേറ്റർ? ഡിലേ ഇട്ടിട്ടില്ല നിങ്ങള്? കൈകൊണ്ടോ നാവ് കൊണ്ടോ തടയാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഖൽബ് കൊണ്ട് വെറുക്കണേ. അതാണ് ഏറ്റവും ബലഹീനനായ മുഅ്മിൻ. ബലഹീനനായ മുഅ്മിനിന്റെ ലക്ഷണമാണ് ഖൽബ് കൊണ്ട് വെറുക്കുക. മക്കൾ ഇങ്ങനെ TV കാണാൻ ഇത് കൊണ്ടിട്ട് ഉമ്മ ഇങ്ങനെ വിഷമത്തിലിരിക്കുക. ഓ, മക്കൾ സിനിമ കാണാണല്ലോ, മനസ്സുകൊണ്ട് ഒരു വെറുപ്പ് അവരോട്. അത്ര മക്കളോടല്ല, മക്കളുടെ പ്രവർത്തനത്തോടൊരു വെറുപ്പ്. അത് അദ്അഫുൽ ഈമാൻ. മുഅ്മിനീങ്ങളിൽ ഏറ്റവും ചീപ്പ്, ഏറ്റവും ലോക്കൽ, ഏറ്റവും താഴ്ന്ന ഈമാനിന് ശക്തിയില്ലാത്തവന്റെ ലക്ഷണമാണ് എന്ത്? തെറ്റ് കാണുമ്പോൾ മനസ്സിൽ വെറുക്കുക എന്നത്. മനസ്സിലല്ല വെറുക്കേണ്ടത്. ആദ്യം കൈകൊണ്ട് തന്നെ തടയണം, പിന്നെ നാവ് കൊണ്ട് തടയണം. അതൊന്നും സാധിച്ചില്ലെങ്കിലാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഇവിടെ 4 ആളുകൾ റോഡിന്റെ നടുവിലൂടെ ആഭാസങ്ങൾ കളിച്ച്, കള്ളു കുടിച്ച്, പാട്ടുപാടി, നൃത്തം ചെയ്ത്, അനാചാരങ്ങൾ ചെയ്ത് ഇവിടെ നടന്നു പോകുമ്പോൾ ഈ നാട്ടുകാരായ എല്ലാ ആളുകൾക്കും അത് തടുക്കാൻ സാധിച്ചു എന്ന് വരില്ല. പറഞ്ഞ ഒരു പക്ഷെ പ്രശ്നമാകും. അതുകൊണ്ട് അവരൊന്ന് മനസ്സിൽ വെറുക്കുക. വേണ്ടായിരുന്നു അവരെയല്ല, അവരുടെ പ്രവർത്തനത്തെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നന്മ തടയേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നന്മ തടയേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. പക്ഷേ എങ്ങനെയാണ് തിന്മ തടയേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. പക്ഷേ എങ്ങനെയാണ് നമ്മൾ തിന്മയെ തടയേണ്ടത്? മഹാനായ മഅറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹു ദിജ്ലയുടെ തീരത്തുകൂടെ നടന്നു പോകുമ്പോഴാണ് പാട്ടുപാടി നൃത്തം വെക്കുന്ന 5-6 ചെറുപ്പക്കാർ ഒരു നൗഹയിൽ, ഒരു ബോട്ടിൽ ഇങ്ങനെ വെള്ളത്തിലൂടെ
കായലിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്നത് കാണാനിടയായത്. നാട്ടിലെ ഏറ്റവും വലിയ കുഴപ്പക്കാരായിരുന്നു അവർ. നാട്ടിലെ കൊട്ടേഷൻ ടീം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെയുള്ള ചെമ്മാടികളായ 5-6 ചെറുപ്പക്കാർ ഒരു നൗകയിൽ, ഒരു ബോട്ടിൽ പാട്ടുപാടി നൃത്തം വെച്ച് കള്ളൊക്കെ കുടിച്ച് അർമാദിച്ച് ലാവിഷായി ഇങ്ങനെ രാത്രി ഇങ്ങനെ ആ ദിജ്ലയുടെ തീരത്തുകൂടി അതിന്റെ വെള്ളത്തിലൂടെ ഇങ്ങനെ കറങ്ങുമ്പോ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ മഹാനായ മഅറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹുവിനോട് പറയുകയുണ്ടായി, യാ ഉസ്താദ്, ഉസ്താദേ, ഹൽ തറൗന ഹൗലാഇ യഅസൂന അല്ലാഹ തആല, ഈ ചെറുപ്പക്കാർ അല്ലാഹുവിനോട് കാണിക്കുന്ന ധിക്കാരം നിങ്ങൾ കാണുന്നില്ല ഉസ്താദേ? നിങ്ങൾക്കൊന്ന് ഇവർക്കെതിരെ ദുആ ചെയ്തുകൂടെ എന്ന് ശിഷ്യന്മാര് ചോദിച്ചപ്പോഴാണ് മഹാനായ മഅറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹു ദുആ ചെയ്യുന്നത്, അല്ലാഹുമ്മ കമാ ഫർഹ്തഹും ഫിദ്ദുനിയ, അല്ലാഹുവേ ഇവർക്ക് ദുനിയാവിൽ സന്തോഷിക്കാനും ആഹ്ലാദിക്കാനും നൃത്തം ചവിട്ടാനും നീ അവസരം നൽകിയതുപോലെ അസ്അലുക അൻ തുഫദ്ദിഹഹും ഫിൽ ആഖിറ, ആഖിറത്തിലും സന്തോഷിക്കാനുള്ള സൗകര്യം നീ കൊടുക്കണേ അല്ലാഹ്. നമ്മൾ എന്താ ദുആ ചെയ്യാ? നാട്ടിൽ കുറച്ച് ചെറുപ്പക്കാരുണ്ട് ഉസ്താദ്, അവർ ചെമ്മാടികളാണ്, പറഞ്ഞ കേൾക്കൂല, അവരൊന്ന് നശിപ്പിക്കാൻ വേണ്ടി ദുആ ചെയ്യണം എന്ന് പറഞ്ഞാൽ ബാഹു അവരെ തലയിൽ ഇടിത്തി വീണെന്ന് അവരെ നശിപ്പിക്കണ കുറിച്ചാണ്. അങ്ങനെ നമ്മൾ ദുആ ചെയ്യാം. പക്ഷേ ഒരു പണ്ഡിതന്റെ, ഒരു ആലിമിന്റെ ലക്ഷണം അതല്ല. അങ്ങനെ അല്ല നമ്മൾ ദുആ ചെയ്യാൻ. അദ്ദേഹം എന്താ ദുആ ചെയ്യുന്നത്? അല്ലാഹുവേ, അല്ലാഹുമ്മ കമാ ഫർഹ്തഹും ഫിദ്ദുനിയ, അല്ലാഹുവേ ദുനിയാവിൽ ഇവർക്ക് ചിരിക്കാനും ആഹ്ലാദിക്കാനും സന്തോഷിക്കാനും നീ അവസരം നൽകിയതുപോലെ ഫഫർരിഹഹും ഫിൽ ആഖിറ, ആഖിറത്തിലും സന്തോഷിക്കാനുള്ള ഒരു അവസരം നീ നൽകണേ അല്ലാഹ്. അപ്പോഴാണ് ശിഷ്യന്മാർ ചോദിച്ചത്, ഇന്നാ സഅൽനാക അൻ നദ്ഉ അലൈഹിം, ഉസ്താദേ അവർക്ക് അനുകൂലമായി ദുആ ചെയ്യാനല്ല ഞങ്ങൾ പറഞ്ഞത്, അലൈഹിം അവർക്കെതിരെ അവരൊന്ന് നശിച്ചു കാണാൻ, ഈ നാട്ടിൽ നിന്ന് അവർ മരിച്ചു പോവാൻ, ഈ നാട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും അപകടത്തിലൂടെ അവർ ഇല്ലാതാവാനാണ് നിങ്ങൾ ദുആ ചെയ്യേണ്ടത് എന്ന് മഹാനായ മഅറൂഫുൽ ഖർഖിയോട് ശിഷ്യന്മാര് പറഞ്ഞപ്പോഴാണ് മഅറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹു മറുപടി പറയുന്നത്, ഇദാ ഫർറഹഹു ഫിൽ ആഖിറ, അല്ലാഹു ഏതെങ്കിലും ഒരാൾക്ക് നാളെ ആഖിറത്തിൽ സന്തോഷം നൽകിയാൽ, അല്ലാഹു ഏതെങ്കിലും ഒരാൾക്ക് നാളെ ആഖിറത്തിൽ സന്തോഷം നൽകിയാൽ താബ അലൈഹിം ഫിദ്ദുനിയ, ദുനിയാവിൽ അവരുടെ തൗബ സ്വീകരിച്ചാലല്ലേ അല്ലാഹു നാളെ ആഖിറത്തിൽ സന്തോഷം നൽകുകയുള്ളൂ. അപ്പൊ ഞാൻ ദുആ ചെയ്തതിന്റെ അർത്ഥം എന്താണ്? അല്ലാഹുവേ ഇവർക്ക് നന്നാവാനുള്ള അവസരം നീ നൽകണേ അല്ലാഹ്. അങ്ങനെ നന്നായാൽ നാളെ ആഖിറത്തിൽ സന്തോഷിക്കാൻ പറ്റുമല്ലോ. അങ്ങനെയാണ് നമ്മളൊക്കെ ദുആ ചെയ്യേണ്ടത്. അലവലാദികളായ താന്തോന്നികളായ ആളുകളെ നീ നശിപ്പിച്ച് കളയണേ അല്ലാഹ്. അങ്ങനെയല്ല ദുആ ചെയ്യേണ്ടത്. അല്ലാഹുവേ അവർക്ക് നീ സൽബുദ്ധി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ അവരെ നീ നല്ലവരിൽ പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ അവർക്ക് ഈമാൻ നൽകണേ എന്നുള്ള ദുആയാണ് നമ്മളൊക്കെ ദുആ ചെയ്യേണ്ടത്. അല്ലാഹു നമ്മളെയൊക്കെ നല്ലവരിൽ പെടുത്തുമാറാവട്ടെ. അല്ലാഹു നമ്മളെയൊക്കെ നല്ലവരിൽ പെടുത്തുമാറാവട്ടെ. എന്തേ തിന്മ തടയണമെന്ന് പറയാനുള്ള കാരണം എന്തേ? തിന്മ തടയണം. കാരണം അല്ലാഹു ഒരാളെ ശിക്ഷിക്കുന്നത് അയാൾ തെറ്റ് ചെയ്യുമ്പോഴാണ്. തെറ്റ് ചെയ്യുമ്പോഴാണ് സമൂഹത്തിലേക്ക് ശിക്ഷകൾ ഇറങ്ങുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫകുല്ലൻ അഖദ്നാ ബിദംബി. അല്ലാഹു ഇതുവരെ ആരെയൊക്കെയോ അല്ലാഹു ശിക്ഷിച്ചിട്ടുണ്ടോ അവരെയൊക്കെ അല്ലാഹു ശിക്ഷിച്ചത് ബിദംബി, അവർ ചെയ്ത തെറ്റു കാരണമാണെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഫിർഔനിനെ വെള്ളത്തിൽ മുക്കിക്കൊല്ലാനുള്ള കാരണമെന്ത്? മൂസാ നബി അലൈഹിസ്സലാം 9ഓളം ദൃഷ്ടാന്തങ്ങൾ കാണിച്ചിട്ടും അതിലൊന്നും വിശ്വസിക്കാതെ വീണ്ടും വീണ്ടും ധിക്കാരം കാണിച്ചപ്പോഴാണ് അല്ലാഹു വെള്ളത്തിൽ മുക്കിക്കൊല്ലുന്നത്. എന്തേ ഖാറൂനെ അല്ലാഹു ജീവനോടെ വിഴുങ്ങിക്കളയുന്നത്? എന്തേ ജീവനോടെ വിഴുങ്ങിക്കളയാനുള്ള കാരണം? മൂസാ നബി അലൈഹിസ്സലാമിനോട് ധിക്കാരം കാണിക്കുകയാണ്. സകാത്തിന്റെ മുതൽ ചോദിച്ചപ്പോൾ ഇത് ഞാൻ എന്റെ കഴിവ് കൊണ്ടുണ്ടാക്കിയതാണ്, പാവങ്ങൾക്ക് നൽകാനുള്ളതല്ല.
അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടില്ല, അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടില്ല. ദുനിയാവിൽ ഒരു സ്വർഗമെന്ന് പറഞ്ഞു മനോഹരമായ ഒരു പൂങ്കാവനം ഉണ്ടാക്കി ആ സ്വർഗത്തിലേക്ക് കാലെടുത്ത് വെക്കും മുമ്പേ അല്ലാഹു ജീവനോടെ വിഴുങ്ങിക്കളഞ്ഞതിന്റെ ഖാറൂൻ ദുനിയാവിൽ വെച്ച് ചെയ്ത തെറ്റുകളായിരുന്നു കാരണം. അല്ലാഹു ഇന്നേവരെ ആളുകളെ ശിക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അവര് ചെയ്ത തെറ്റ് കാരണത്താലാണ്. فمنهم من أرسلنا عليه حاسبا ആകാശലോകങ്ങളിൽ നിന്ന് അല്ലാഹു ചരൽ കല്ലുകൾ അയച്ചുകൊണ്ട് നശിപ്പിച്ച ആളുകളുണ്ട്. ആകാശലോകങ്ങളിൽ നിന്ന് ചരൽ കല്ലുകൾ അയച്ചുകൊണ്ട് അല്ലാഹു നശിപ്പിച്ച ആളുകളുണ്ടല്ലോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ألم تر كيف فعل ربك بأصحاب الفيل ألم يجعل كيده في تضليل وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل. അല്ലാഹുവിന്റെ ഭവനമായ കഅബ മന്ദിരം തകർക്കാൻ വേണ്ടി അബ്രഹത്തും കൂട്ടരും ആനയിലൂടെ ഒരുപാട് ആനകളുമായി കടന്നു വന്നപ്പോ അല്ലാഹുവിനത് ബുദ്ധിമുട്ടായില്ല, അല്ലാഹുവിനതൊരു പ്രശ്നമായില്ല. അവിടെയുള്ള അബ്ദുൽ മുത്തലിബിനെ പോലെയുള്ള മക്കയുടെ നേതാക്കന്മാർ അല്ലാഹുവിന്റെ ഭവനം അല്ലാഹു സംരക്ഷിക്കുമല്ലോ എന്ന് പറഞ്ഞു മാറി നിന്നപ്പോ അല്ലാഹു സംരക്ഷിക്കുകയാണ്. തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ. ശക്തമായ ചൂടുള്ള നരകത്തിന്റെ തീക്കല്ലുകൾ കൊണ്ട് ആനക്കാരെ അല്ലാഹു തആല ആട്ടിയോടിച്ചതിന്റെ അല്ലാഹുവിന്റെ ഭവനത്തെ തകർക്കാൻ വന്നപ്പോ തിന്മ ചെയ്യുന്ന ആളുകളെയാണ് അല്ലാഹു ശിക്ഷിക്കുക. فمنهم من أرسلنا عليه حاسبا. അല്ലാഹു ശിക്ഷിച്ചവരിൽ ആകാശലോകങ്ങളിൽ നിന്ന് ചരൽ കല്ലുകൾ എറിഞ്ഞുകൊണ്ട് ശിക്ഷിച്ച ആളുകളുണ്ട്. ومنهم من أخذته الصيحة. ചെറിയ ഒരു അട്ടഹാസത്തോടെ, ചെറിയ ഒരു അട്ടഹാസം കൊണ്ട് അല്ലാഹു നശിപ്പിച്ചവരും ദുനിയാവിലുണ്ട്. ദുനിയാവിൽ ചെറിയൊരു അട്ടഹാസം. وما أنزلنا من بعده من جند من السماء وما كنا منزلين إن كانت إلا صيحة واحدة إن كانت إلا صيحة واحدة. ഈസാ നബി അലൈഹിസ്സലാമിന്റെ 3 ശിഷ്യന്മാർ ഒരു നാട്ടിലേക്ക് അല്ലാഹുവിൽ വിശ്വസിക്കാൻ വേണ്ടി വഅദ് പറഞ്ഞുകൊണ്ട് പോവുകയുണ്ടായി. വഅദ് പറഞ്ഞുകൊണ്ടുപോയി 3 ആളുകൾ ദഅവത്ത് നടത്താൻ വേണ്ടി പോയതാണ്. ആദ്യമായി കാണുന്നത് സാഹിബ് യാസീൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സാഹിബ് യാസീൻ എന്ന ആളെയാണ് കാണുന്നത്. അദ്ദേഹത്തോട് പറഞ്ഞു, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തവുമായിട്ടാണ് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നത്, അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കണേ, എന്താണ് നിങ്ങളുടെ കയ്യിലുള്ള ദൃഷ്ടാന്തമെന്ന്. അപ്പോഴാണ് സാഹിബ് യാസീനോട് പറഞ്ഞത്, രോഗികൾക്ക് ഞാൻ ശിഫ നൽകുമെന്ന്, രോഗികളായ ആളുകൾക്ക് ശിഫ നൽകുമെന്ന്, വെള്ളപ്പാണ്ടുകാർക്ക് ശമനം നൽകുമെന്ന്, മരിച്ചുപോയ ആളുകൾക്ക് ജീവൻ നൽകുമെന്ന്. അപ്പോഴാണ് സാഹിബ് യാസീൻ പറഞ്ഞത്, വർഷങ്ങളായി രോഗിയായി കിടക്കുന്ന, എണീക്കാൻ പോലും കഴിയാത്ത എന്റെ മകനുണ്ട്, ഒന്ന് ശിഫ നൽകുമോ, ശമനം നൽകുമോ? നേരെ വീട്ടിലേക്ക് ചെന്നുവന്ന് തടവി കൊടുക്കുമ്പോഴേക്കും വളരെ ആഫിയത്തോടെ, ആരോഗ്യത്തോടെ മകൻ എണീറ്റ് നിൽക്കുകയാണ്. അപ്പോഴാണ് സാഹിബ് യാസീൻ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. പിന്നെയാണ് ആ നാട്ടിലേക്ക് ദഅവത്തുമായി ഈ 3 ആളുകൾ കടന്നു ചെന്നത്. ഈ 3 ആളുകൾ കടന്നു ചെന്നപ്പോ നാട്ടുകാർ ചീത്ത പറയാൻ തുടങ്ങി, നാട്ടുകാർ കുറ്റം പറയാൻ തുടങ്ങി, നാട്ടുകാരവരെ അടിക്കാനും ഇടിക്കാനും തുടങ്ങിയപ്പോഴാണ് വജാഅ മിൻ അഖ്സൽ മദീനതി റജുലുൻ യസ്ആ ഖാല യാ ലൈത ഖൗമി. ദൂരെ നിന്നൊരു ചെറുപ്പക്കാരൻ കടന്നു വന്നിട്ട്, എന്റെ നാട്ടുകാരെ, എന്റെ നാട്ടുകാരെ, നിങ്ങൾ എന്തിനാണ് ഇവരെ അടിക്കുന്നത്, എന്തിനാണ് ഇവരെ ചീത്ത പറയുന്നത്, എന്തിനാണ് ഇവരെ കുറ്റം പറയുന്നത്? അല്ലാഹു അല്ലാതെ വേറൊരു ദൈവമില്ലെന്ന് പറഞ്ഞതിന്റെ പേരിലാണോ? ഞാൻ അവരെ കൊണ്ട് വിശ്വസിച്ചിരിക്കുന്നു, ഞാൻ അവരെ കൊണ്ട് വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയേണ്ട താമസം ഈ 3 സന്ദേശവാഹകരെയും ഒഴിവാക്കി മഹാനായ സാഹിബ് യാസീനിന്റെ നേരെ തിരിയുകയാണ്. തുരുതുരാ കല്ലെറിയുകയും തുരുതുരാ അടിക്കുകയും, എന്നിട്ട് മഹാനായ യാസീൻ, സാഹിബ് യാസീൻ എന്ന് പറയുന്ന ആ സഹോദരന്റെ നെഞ്ചത്തേക്ക് ചവിട്ടി അദ്ദേഹം അവിടെ തന്നെ മരിച്ചു പോവുകയാണ്.
ഖാല യാ ലൈത ഖൗമി, എന്റെ സമൂഹം അല്ലാഹു എനിക്ക് പുറത്തു തന്നത് അറിഞ്ഞിരുന്നെങ്കിലെന്ന് പറഞ്ഞ് ലോകത്തോട് ഇവിടെ പറഞ്ഞു പോവുകയാണ്. ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ കൊന്ന ഉടനെ അവിടേക്ക് ശിക്ഷ വന്നു. ഇപ്പൊ തെറ്റ് ചെയ്യുമ്പോഴാ ശിക്ഷ വരാ. ശിക്ഷ എന്താ? സാഹിബുൻ നജ്ജാറിന്റെ മരണശേഷം ഒരു ശിക്ഷയോ ആകാശ ലോകത്ത് നിന്ന് പട്ടാളത്തെ ഇറക്കിയിട്ടില്ല, അല്ലാഹുവിന്റെ മാലാഖമാർ ഇറക്കിയിട്ടില്ല, ഇടിനാദങ്ങൾ ഇറക്കേണ്ടി വന്നിട്ടില്ല, വെള്ളപ്പൊക്കങ്ങളോ സുനാമിയോ ഭൂകമ്പങ്ങളോ നൽകേണ്ടി വന്നിട്ടില്ല. ഒരൊറ്റ ഒരട്ടഹാസമാണ്. അപ്പോഴേക്കും എല്ലാവരും ചാരമായി മാറി. ഒരട്ടഹാസം. തെറ്റ് ചെയ്യുമ്പോഴാണ് അല്ലാഹു ശിക്ഷ നൽകുന്നത്. ومنهم من خسفنا به الأرض ومنهم من خسفنا به الأرض, അവരിൽ ചില ആളുകളെ അല്ലാഹു ജീവനോടെ വിഴുങ്ങിക്കളഞ്ഞിട്ടുണ്ട്. في هذه الأمة قذف ومسخ وخسف, ഈ സമൂഹത്തിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ജീവനോടെ വിഴുങ്ങിക്കളയുന്ന ശിക്ഷ തരാൻ പോകുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണേ, എപ്പോഴാണ് അല്ലാഹു വമ്പിച്ച ശിക്ഷകൾ നമ്മൾക്ക് നൽകുന്നത്? പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്ന ബത്ഷ റബ്ബിക ലശദീദ്, അല്ലാഹു പിടിച്ചാൽ ആ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റൂല. അല്ലാഹുവിന്റെ ശിക്ഷ ഭയാനകമാണ്. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഫീ ഹാദിഹിൽ ഉമ്മത്തി ഖസ്ഫുൻ, ഈ സമുദായക്കാരെ ജീവനോടെ ഞാൻ വിഴുങ്ങിക്കളയും. ഭൂമി ജീവനോടെ വിഴുങ്ങിക്കളയും ഈ സമുദായക്കാരെ. നമ്മളെ അല്ലാഹുവിന്റെ ഹബീബിന്റെ ഉമ്മത്തിനെ അല്ലാഹു ജീവനോടെ വിഴുങ്ങിക്കളയാൻ പോകുന്ന ഒരു കാലം നമ്മളിലേക്ക് കടന്നു വരാനുണ്ട്. വമസ്ഖുൻ, കോലം മാറ്റുന്ന ഒരു ശിക്ഷ വരാൻ പോകുന്നുണ്ട്. മനുഷ്യന്മാരെ കല്ലുകളാക്കി, മൃഗങ്ങളാക്കി, കുരങ്ങന്മാരാക്കി കോലം മാറ്റുന്ന ഒരു ശിക്ഷ നമ്മളിലേക്ക് കടന്നു വരാനുണ്ട്. വഖദ്ഫുൻ, ആകാശലോകങ്ങളിൽ നിന്ന് അല്ലാഹു ചറൽ കല്ലുകൾ കൊണ്ട് നശിപ്പിക്കാൻ പോകുന്ന ഒരു ശിക്ഷ വരാനുണ്ട്. അപ്പോഴാണ് ഒരു സ്വഹാബി ചോദിച്ചത്, മതാ ദാക യാ റസൂലല്ലാഹ്, നബിയേ എപ്പോഴാണ് ഇങ്ങനെ ഒരു ശിക്ഷ നമ്മുടെ സമുദായത്തിലേക്ക് കടന്നു വരുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടി പറഞ്ഞത്, ചെവി തുറന്ന് കേൾക്കണേ എന്റെ തിരൂരുകാരാ, അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ നാട്ടിലേക്ക് അങ്ങനെ ഒരു ശിക്ഷ വരുമോ? ശിക്ഷ വരാൻ കാരണമായ എന്തെങ്കിലും ആഭാസം നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ടോ? എന്തെങ്കിലും ആചാരം നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പരസ്യമായി ആ ആചാരത്തെ പരിപൂർണമായി വർജിക്കേണ്ടത്, പരിപൂർണമായി അതിനെ നിരുത്സാഹപ്പെടുത്തേണ്ടത്, പരിപൂർണമായി അതിന് നിഷ്കാസനം ചെയ്യേണ്ടത് ഇന്നാട്ടിലുള്ള ഓരോ പൗരന്റെയും ദൗത്യമാണ്. എന്താണ് തെറ്റെന്നറിയോ? എപ്പോഴാണ് ജീവനോടെ വിഴുങ്ങിക്കളയുന്നത്? എപ്പോഴാണ് ചരൽക്കല്ലുകൾ കൊണ്ട് ശിക്ഷിക്കുന്നത്? എപ്പോഴാണ് അല്ലാഹു കോലം മാറ്റുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇദാ ലഹറത്തിൽ ഖൈനാത്ത്, പാട്ട് പാടുന്ന പെണ്ണുങ്ങൾ ഉണ്ടായാൽ. പെണ്ണുങ്ങളൊക്കെ പാട്ട് പാടാൻ തുടങ്ങിയ, പ്രായപൂർത്തിയെത്തിയ പെണ്ണുങ്ങൾ പാട്ട് പാടാനും പാടിപ്പിക്കാനും തുടങ്ങിയാൽ, സ്റ്റേജിൽ കയറിയിട്ടോ അല്ലാതെയോ, അത് എന്തിന്റെ പേരിലുമാവട്ടെ, ദീനിന്റെ പേര് പറഞ്ഞിട്ടാവട്ടെ അല്ലാതെയാവട്ടെ, പാട്ട് പാടുന്ന പെണ്ണുങ്ങള് നമ്മുടെ നാട്ടിലുണ്ടായാൽ, അഥവാ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും പ്രോഗ്രാമുകളിലൊക്കെ ഇങ്ങനെ ആഭാസത്തിന്റെ പേക്കൂത്തുകളും പാട്ട് കച്ചേരികളും ഉണ്ടായാൽ, ഇദാ ലഹറത്തിൽ ഖൈനാത്ത്, ഇദാ ലഹറത്തിൽ ഖൈനാതു വൽ മആസിഫ്, മ്യൂസിക്കുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ, മദ്ദളങ്ങളൊക്കെ, ബാൻഡുകളൊക്കെ, ഓരോ തരം മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് കൊണ്ടുവന്ന് പാട്ടുപാടി വലിയ ഗാനമേളയായി, കച്ചേരിയായി നമ്മുടെ നാട്ടിൽ ആചാരങ്ങളോ അനാചാരങ്ങളോ വർഷങ്ങളായിട്ടോ മാസങ്ങളായിട്ടോ ഇടയ്ക്കിടെ നടക്കുന്നുണ്ടെങ്കിൽ, ഇദാ ലഹറത്തിൽ ഖൈനാതു വൽ മആസിഫ്, പാട്ട് പാടുന്ന പെണ്ണുങ്ങളും മ്യൂസിക്കുകളും ഉണ്ടായാൽ, വശുരിബത്തിൽ ഖുമൂർ, കള്ള് കുടിക്കാൻ തുടങ്ങിയാൽ, നമ്മുടെ നാട്ടുകാരായ ആളുകളൊക്കെ എല്ലാവരും വേണമെന്നില്ല, ഏതെങ്കിലും ചില ആളുകൾ മതി, നാട്ടിലുള്ള അല്പന്മാരായ ഏതെങ്കിലും ചില ആളുകൾ മതി.
ഇദാ ശുരിബത്തിൽ ഖുമൂർ, കള്ള് കുടിക്കാൻ തുടങ്ങിയാൽ കള്ളാണ് കുടിക്കുന്നത്, എന്നിട്ട് പേര് വേറെന്തയോ പേരിടുകയാണ്. ഒരുപാട് പേരുകൾ, നൂറുകണക്കിന് പേരുകളിട്ട വ്യത്യസ്തമായ കള്ളുകൾ വിപണിയിൽ വിൽക്കപ്പെടുമ്പോ എന്റെ പൊന്നു മുസ്ലിമേ, എന്റെ ചെറുപ്പക്കാരാ, കള്ള് നമ്മൾക്ക് അനുവദനീയമല്ല. കള്ള് കുടിക്കാനും പാട്ട് പാടാനും മ്യൂസിക് ഉപയോഗിക്കാനും തുടങ്ങിയാൽ അല്ലാഹു ജീവനോടെ എല്ലാ ആളുകളെയും വിഴുങ്ങിക്കളയുന്ന ഒരു ശിക്ഷ നമ്മളിലേക്ക് കടന്നു വരുമെന്ന് ഷഫീഉൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. ആമീൻ പറഞ്ഞാൽ പോരാ, നമ്മളിതിൽ നിന്നൊക്കെ മാറി നിൽക്കണം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വിഷയങ്ങളാണ് ഇതൊക്കെ. അല്ലാഹു പറയാണ്, വമിൻഹും മൻ ഖസഫ്നാ ബിഹിൽ അർള, ജീവനോടെ വിഴുങ്ങിക്കളഞ്ഞ ആളുകളുണ്ടതിലെ. വമിൻഹും മൻ അഗ്റഖ്നാ, അതിൽ ജീവനോടെ വെള്ളത്തിൽ മുക്കിക്കളഞ്ഞ ആളുകളുണ്ട്. ജീവനോടെ വെള്ളത്തിൽ മുക്കിക്കളഞ്ഞ ആളുകളുണ്ട്. വമാ കാന അല്ലാഹു ലിയള്ളിമഹും, അല്ലാഹു ഒരാളെയും വെറുതെ ശിക്ഷിക്കൂല. അല്ലാഹുവിന്റെ ശിക്ഷ വെറുതെ വരൂല. അല്ലാഹു ഒരാൾക്കും വെറുതെ ശിക്ഷകളോ അക്രമങ്ങളോ അല്ലാഹു ഒഴിച്ചുവിടൂല. വലാകിൻ കാനൂ അൻഫുസഹും യള്ളിമൂൻ, നമ്മൾ തെറ്റ് ചെയ്യുമ്പോഴാണ് അല്ലാഹു നമ്മെ ശിക്ഷിക്കാൻ തുടങ്ങുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, നിങ്ങൾ നന്മയെ പ്രോത്സാഹിപ്പിക്കുകയും തിന്മയെ തടയുകയും വേണമെന്ന്. തെറ്റ് ചെയ്താൽ ശിക്ഷയുണ്ടാവും, അപ്പൊ തെറ്റിന് പൂർണ്ണമായിട്ട് തടയും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ടല്ലോ, വൽ മുഅ്മിനൂന വൽ മുഅ്മിനാതു ഔലിയാ ബഅ്ളുഹും ഔലിയാഉ ബഅൽ, മുഅ്മിനീങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചങ്ങാതിമാരാണ്. പെണ്ണുങ്ങളും ആണുങ്ങളും, പെണ്ണുങ്ങൾ പെണ്ണുങ്ങളുമായി, ആണുങ്ങൾ ആണുങ്ങളുമായി, ഭാര്യ ഭർത്താവുമായി, ഭർത്താവ് ഭാര്യയുമായി, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചങ്ങാതിമാരാണ്. അൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്ത് ബഅ്ളുഹും ഔലിയാഉ ബഅൽ, ചില ആളുകൾ മറ്റു ചില ആളുകളുടെ ചങ്ങാതിമാരാണ്. സംരക്ഷിക്കേണ്ട ആളുകളാണ്. എന്തിൽ നിന്നാണ് സംരക്ഷിക്കേണ്ടത്? ഭാര്യ ഭർത്താവിനെ സംരക്ഷിക്കണം തിന്മയിൽ നിന്ന്, ഭർത്താവ് ഭാര്യയെ സംരക്ഷിക്കണം തെറ്റിൽ നിന്ന്. നാട്ടുകാരായ ആളുകൾ നമ്മുടെ ചങ്ങാതിമാരെ സംരക്ഷിക്കണം തെറ്റിൽ നിന്ന്. സ്കൂളിന്റെ കലാലയങ്ങളുടെ ക്യാമ്പസുകളുടെ ചുവരുകൾക്കകത്ത് ജീവിക്കുന്ന ചെറുപ്പക്കാർ, വിദ്യാർത്ഥിനികള്, അവിടെയുള്ള ആളുകൾക്ക് നമ്മുടെ ജീവിതം കൊണ്ടൊരു സന്ദേശം എഴുതി കൊടുക്കണം. എന്നെ കണ്ടിട്ട് എന്റെ ക്ലാസ്സുകാര് നന്നാവണം, അല്ലാതെ എന്നെ കണ്ടിട്ട് എന്റെ നാട്ടുകാര് മോശമാവുകയല്ല വേണ്ടത്. ഇവൻ ഈ ക്ലാസ്സിൽ വന്നത് മുതലാണ് ഈ ക്ലാസ്സുകാര് മോശക്കാരായത് എന്ന അധ്യാപകർ പറയുന്നൊരവസ്ഥ നമ്മുടെ മക്കൾ കാരണം ഉണ്ടാവാൻ പാടില്ല. എത്ര ക്യാമ്പസുകളിൽ നിന്നാണ് ഇങ്ങനെ കേൾക്കുന്നത്? ഏറ്റവും കൂടുതൽ ആചാരം നടക്കുന്നതും ഏറ്റവും കൂടുതൽ ആഭാസം നടക്കുന്നതും മുസ്ലിമീങ്ങൾ കൂടുതലുള്ള ക്യാമ്പസുകളിൽ നിന്നാണ്. നമ്മുടെ പിള്ളമാര്, നമ്മുടെ പിള്ളേര് പഠിക്കുന്ന ക്യാമ്പസുകളിലാണ് കൂടുതൽ ആഭാസം നടക്കുന്നത്. എന്തേ? അതിനൊരു കൂച്ചുവിലം കെടാൻ നമ്മൾക്ക് സാധിക്കാത്തത് എന്തേ? ഫ്രീഡം ആസ്വദിക്കുകയാണ്. സ്കൂളിലും ക്യാമ്പസിലും പോയി, ഒരുപക്ഷെ വീട്ടിൽ ഉപ്പയോ ഉമ്മയോ സ്ട്രിക്റ്റായി, നാട്ടിൽ ഉസ്താദുമാരും മഹല്ല് കമ്മിറ്റിയൊക്കെ ഒന്ന് മുറുക്കി പിടിക്കുമ്പോ ഈ ഒരു ഫ്രീഡം, ഇവിടെ കിട്ടാത്ത ഫ്രീഡം അവിടെ പോയി ആസ്വദിക്കുകയാണ് ക്യാമ്പസുകളിൽ, കലാലയങ്ങളിൽ. എന്നിട്ട് നമ്മുടെ സമുദായത്തിന്റെ ചീത്തപ്പേരുണ്ടാക്കുന്ന ഒരുപാട് അല്ലാഹു അവർക്കൊക്കെ സന്മനസ്സും സൽബുദ്ധിയും സന്മാർഗവും നൽകി അല്ലാഹു സ്വീകരിക്കട്ടെ. അപ്പൊ നമ്മൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചങ്ങാതിമാരാണ്. മിനാത്തുകളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകളാണ്. പക്ഷേ നമ്മുടെ ലക്ഷ്യം എന്ത്? യഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുകയും തിന്മ തടയുകയും ചെയ്യേണ്ടവരാണ് നമ്മള്. നന്മ കൽപ്പിക്കുകയും തിന്മ തടയുകയും ചെയ്യേണ്ടവരാണ് നമ്മള്. എന്തേ അങ്ങനെ പറയാനുള്ള കാരണം? മഹാനായ മുജാഹിദ് റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നുണ്ട്, ഇന്നൽ ബഹായിമ, നിശ്ചയമായും മൃഗങ്ങൾ, ലതലഅനുൽ ഉസ്വാത മിൻ ബനി ആദം, ആദം സന്തതികളിൽ തെറ്റ് ചെയ്യുന്ന ആളുകളെ മൃഗങ്ങൾ ശപിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മഹാനായ മുജാഹിദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. തെറ്റ് ചെയ്യുന്ന ആളുകളെ മൃഗങ്ങൾ എല്ലാവരും ശപിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്ത് എത്ര മൃഗങ്ങളുണ്ട്?
എത്ര ജന്തുക്കളുണ്ട്, ഉറുമ്പുകൾ വരെ. കാരണം ക്ഷാമമുണ്ടായാൽ, നോട്ട് പ്രതിസന്ധി, ഭക്ഷണത്തിന്റെ പ്രതിസന്ധി, വെള്ളത്തിന്റെ വരൾച്ച, ഇതൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായാൽ മഴ നൽകപ്പെടാതെ മഴ പിടിച്ചു വെക്കപ്പെട്ടാൽ കേരളം വലിയൊരു അപകടത്തിലേക്കല്ലേ നമ്മുടെ കേരളം കടന്നു പോകുന്നത്. അള്ളാഹുവിനറിയാം എത്ര കാലം നമ്മൾക്ക്, എത്ര മാസം നമ്മൾക്ക് ജീവിക്കാൻ പറ്റുമെന്ന്. എങ്ങനെയാണ് ഈ വരുന്ന ഏപ്രിൽ നമ്മൾ കഴിച്ചുകൂട്ടുക? എങ്ങനെയാണ് ഈ വരുന്ന മെയ് മാസം നമ്മൾ കഴിച്ചുകൂട്ടുക? എവിടെ ഈ വർഷം നമ്മൾക്ക് മഴ ലഭിച്ചോ? ഈ വർഷം നമ്മൾക്ക് എവിടെയാണ് മഴ ലഭിച്ചത്? വളരെ തുച്ഛമായ മഴ. വരൾച്ചാബാധിത പ്രദേശമായി കേരളത്തെ ആളുകൾ എഴുതി തള്ളുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ചെയ്യുന്ന പാപമാണ്. അള്ളാഹു മഴ തടഞ്ഞു വെക്കാനുള്ള കാരണം ആരും ഉത്തരവാദിയല്ല. ഇവിടെ നോട്ട് പ്രതിസന്ധി ഉണ്ടായത് മോദിയുടെ ഉത്തരവാദിത്തമല്ല, നമ്മൾ ചെയ്യുന്ന തെറ്റുകളാണ്. ഇവിടെ നടക്കുന്ന ക്ഷാമങ്ങൾക്കും ഇവിടെ നടക്കുന്ന പ്രതിസന്ധികൾക്കും കാരണം നമ്മൾ ചെയ്യുന്ന തെറ്റുകളാണ്. അങ്ങനെ നമ്മൾ തെറ്റ് ചെയ്യും, ഏതെങ്കിലും ഒരു വഴിയിലൂടെ അള്ളാഹു നമ്മളെ ശിക്ഷിക്കും. തെറ്റിൽ നിന്ന് മാറിയില്ലേ, ആ ശിക്ഷ നമ്മളെങ്ങനെ പിടിച്ചു കൊലുക്കും. മാറിയ ആ ശിക്ഷ മാറി. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. മഴയില്ലാതെ കഷ്ടപ്പെടുന്ന നാട്ടിലുള്ള എല്ലാ ആളുകളോടും ഒരു ദുആ നിങ്ങൾ എല്ലാ നിസ്കാര ശേഷവും ദുആ ചെയ്യണേ. അല്ലാഹുമ്മ അൻസിൽനൽ ഗൈസ വലാ തജഅൽനാ മിനൽ ഖാനിതീൻ. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഈ വർഷം എവിടെയാണ് മഴ വന്നത്? എവിടെ വർഷം നാട്ടിലൊന്നും ഇല്ല, മഴയില്ല. നമ്മുടെ നാട്ടിൽ, എൻ്റെ വീട്ടിലെ കിണർ 5-6 വർഷങ്ങൾക്ക് മുമ്പ് വരെ ജൂണിൽ മഴ വരുന്ന സമയം വരെ അതിൽ വെള്ളം ഉണ്ടായിരുന്നു. പക്ഷെ ഈ പ്രാവശ്യം മഴ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കിണർ പറ്റി. 2 മാസമായി കിണർ പറ്റി. കുഴൽ കിണറിൽ നിന്ന് വെള്ളം എടുക്കില്ല. അപ്പം നമ്മൾ ഈ വെള്ളമായിട്ട് ഈ പ്രാവശ്യം എങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമെന്ന് ആലോചിക്കേണ്ട സമയമാണ്. വെള്ളം കൃത്യമായി ഉപയോഗിക്കുക. അവസാന യുദ്ധം വെള്ളത്തിന് വേണ്ടിയിട്ടാണ്. വെള്ളത്തിന് വേണ്ടിയിട്ടൊരു യുദ്ധം നടക്കും. ഇവിടെ വലിയ ലോകമഹായുദ്ധം നടക്കും. അമൂല്യമായ സ്വത്തായി വെള്ളം മാറാൻ പോവാണ്. അതുകൊണ്ട് വെള്ളം അമിതമായി പാഴാക്കരുത്, അമിതമായി ചെലവഴിക്കരുത്. വീട്ടിലും എവിടെയാണെങ്കിലും വെള്ളം വളരെ വളരെ സൂക്ഷ്മതയോടെ ഉപയോഗിക്കേണ്ട ഒരു വലിയൊരു സ്വത്താണ്. പൊന്നൊന്നും വില ഉണ്ടാവില്ല, പൊന്നിനും വെള്ളിക്കൊന്നും വില ഉണ്ടാവില്ല. പൊന്നിനേക്കാളും വെള്ളിയേക്കാളും വില വെള്ളത്തിന് വരുന്ന ഒരു കാലം വരുന്നുണ്ട്. ദുആ ചെയ്യണം. അല്ലാഹുമ്മ അൻസിൽനൽ ഗൈസ വലാ തജഅൽനാ മിനൽ ഖാനിതീൻ. അല്ലാഹുവേ ഞങ്ങൾക്ക് മഴ താ അല്ലാഹ്. വലാ തജഅൽനാ മിനൽ ഖാനിതീൻ. അല്ലാഹുവേ ഞങ്ങളെ നീ നിരാശരിൽ പെടുത്തല്ലേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ നിരാശരിൽ നീ പെടുത്തല്ലേ അല്ലാഹ്. ഞങ്ങൾക്ക് നീ മഴ നൽകണേ അല്ലാഹ് എന്ന് ദുആ ചെയ്യണേ. അല്ലാഹു നമ്മൾക്ക് മഴ നൽകുമാറാവട്ടെ. മഴ തടയാനുള്ള കാരണം എന്തേ? അല്ലാഹു മഴ തടയാനുള്ള കാരണം പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറയുന്നുണ്ട്. യാ മഅശറൽ മുഹാജിരീൻ, ഓ മുഹാജിരീങ്ങളെ, ഓ സ്വഹാബാക്കളെ, 5 കാര്യം നിങ്ങളിൽ ഉണ്ടായാൽ അല്ലാഹു നിങ്ങളെ ശിക്ഷിക്കുക തന്നെ ചെയ്യും. 5 കാര്യം നിങ്ങളിൽ ഉണ്ടായാൽ അല്ലാഹു നിങ്ങളെ വെറുതെ വിടൂല. അത് നമ്മളിൽ ഉണ്ടോ എന്ന് നോക്കണം. ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കണം. ഇല്ലെങ്കിൽ അല്ലാഹുവിന്റെ അപകടം വരാനുണ്ട്. 5 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ തുടങ്ങിയാൽ ആ 5 കാര്യങ്ങളും നിങ്ങൾ ഇല്ലാതിരിക്കട്ടെ, നിങ്ങൾക്ക് വരാതിരിക്കട്ടെ. നിങ്ങൾക്ക് വന്നാൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റൂല. അങ്ങനെയുള്ള 5 കാര്യം നിങ്ങളിലേക്ക് കടന്നു വന്നാൽ അല്ലാഹു നൽകാൻ പോകുന്ന അപകടങ്ങൾ എന്തൊക്കെയാണ്? ലം തൽഹരിൽ ഫാഹിഷതു ഫീ ഖൗമിൻ ഖത്തു. നമ്മുടെ സമുദായത്തിൽ വ്യാപകമായി തിന്മ ചെയ്യാൻ തുടങ്ങിയാൽ, തെറ്റ് ചെയ്യുന്നതിന് യാതൊരു മടിയുമില്ല. ലാ യഅരിഫു മഅറൂഫാ. ഇത് തിന്മയാണോ ഇത് നന്മയാണോ എന്ന് തിരിച്ചറിയാതെ, ഇത് തിന്മയാണോ ഇത് നന്മയാണോ എന്ന് തിരിച്ചറിയാതെ, തിന്മകൾക്ക് ഗൗരവമില്ലാതെ വളരെ ലാഘവത്തോടെ തെറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ വളരെ പേടിക്കേണ്ട വിഷയമാണ്. അല്ലാഹു ഖുർആനിൽ പറഞ്ഞല്ലോ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിഷ. തിന്മകൾ നാട്ടിൽ നടക്കുമ്പോൾ ഒരു വിഷമവുമില്ലാതെ അതിൽ സന്തോഷിക്കുന്ന ആളുകൾ. ഗാനമാണ് നടക്കുക,
അപ്പോൾ ചെറുപ്പക്കാർക്ക് വല്ലാത്ത ആവേശം. മാഷാ അല്ലാഹ് അവിടെ ഇങ്ങനെ കൂടാലോ, ആ ഒരു സന്തോഷം നിങ്ങൾക്കുണ്ടെങ്കിൽ. എക്സ്പോ, സർക്കസ്, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കാറ്. ഇതൊക്കെ അന്യ പെണ്ണുങ്ങൾ ആണുങ്ങളൊക്കെ കൂടിക്കലരുന്നൊരവസ്ഥ. മ്യൂസിക്കിൻ്റെയും ഗാനങ്ങൾ, നൃത്തങ്ങൾ, ഇതൊക്കെ നടക്കുന്ന ആഭാസത്തിൻ്റെ ഒരു കേന്ദ്രമാണ്. ഇതൊക്കെ നടക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ സന്തോഷമാണ് തോന്നുന്നത് എങ്കിൽ അള്ളാഹു അവർക്ക് നൽകാൻ പോകുന്ന ശിക്ഷ സന്തോഷിക്കുന്നവർക്ക്, ചെയ്യുന്നവർക്കല്ല സന്തോഷിക്കുന്നവർക്ക് അള്ളാഹു നൽകുന്ന ശിക്ഷ എന്താ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിഷതു ഫില്ലദീന ആമനൂ. സത്യവിശ്വാസികളിൽ തിന്മകൾ വ്യാപിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, അഥവാ ഇവിടെ തെറ്റുണ്ടാകുമ്പോ അതിനെതിരെ ശബ്ദിക്കാതെ കുഴപ്പമില്ല, നടന്നോട്ടെ എന്ന് കരുതുന്നവർ, നടന്നോട്ടെ, അത് ആളുകൾ ചെയ്യുന്നതല്ലേ, കുഴപ്പമില്ല, അവർക്കല്ലേ, നമുക്കെന്താ ഇപ്പൊ കുഴപ്പം, അങ്ങനെ ചിന്തിക്കുന്നവർ. ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിഷ. നാട്ടിലൊരു തിന്മ നടക്കുന്നുണ്ടെങ്കിൽ അതിനെ ചെറുക്കേണ്ടത് നമ്മുടെ ദൗത്യമാണ്, നമ്മുടെ ബാധ്യതയാണ്. നാട്ടിൽ നടക്കുന്ന തിന്മകളെ ചെറുക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അങ്ങനെ നമ്മൾ ചെറുത്തില്ല, നമ്മളതിനെ തടഞ്ഞില്ല എങ്കിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല വലിയ ശിക്ഷ നമ്മൾക്ക് നൽകാൻ പോകുന്നുണ്ട് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാട്ടിൽ നടക്കുന്ന തിന്മകളെ നമ്മൾ തടഞ്ഞില്ലെങ്കിലോ അല്ലാഹു നമുക്ക് നൽകാൻ പോകുന്നത് വലിയ അപകടങ്ങളാണ്. ഖുറൂബിൽ മഅറൂഫ്, നിങ്ങൾ നന്മ കൊണ്ട് കൽപ്പിക്കണേ. വൻഹൗ അനിൽ മുൻകർ, തിന്മകളെ നിങ്ങൾ തടയണേ. ഖബ്ല ആ തദ്ഊനി, നിങ്ങൾ എനിക്ക് ദുആ ചെയ്യുന്നതിന് മുമ്പ് ഫലാ അസ്തജീബു ലക്കും, അങ്ങനെ തിന്മ തടയാത്ത, നന്മയെ പ്രോത്സാഹിപ്പിക്കപ്പെടാത്ത ഒരു കാലം നിങ്ങളിൽ ഉണ്ടായാൽ ദുആ ചെയ്താൽ ഉത്തരം ലഭിക്കൂല, പ്രാർത്ഥിച്ചാൽ ഉത്തരം ലഭിക്കൂല. രാത്രിയുടെ യാമങ്ങളിൽ 12 മണിക്കോ 1 മണിക്കോ എണീറ്റിട്ട് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് അല്ലാഹുവിനോട് യാ റബ്ബി യാ റബ്ബി യാ റബ്ബി, അല്ലാഹുവേ എന്റെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ചു താ അല്ലാഹ്, എന്റെ പാപങ്ങളെ പൊടിച്ചു താ അല്ലാഹ്, എന്റെ ആവശ്യങ്ങളെ വീട്ടി താ അല്ലാഹ് എന്ന് ഏതൊരാൾ ദുആ ചെയ്താലും അല്ലാഹു ദുആയിന് ഉത്തരം നൽകാത്ത ഒരു കാലം നിങ്ങളിലേക്ക് കടന്നു വരും. അതെപ്പോഴും അറിയോ? ഇവിടെ തിന്മകളെ തടയാത്ത കാലം കടന്നു വന്നാൽ. തിന്മയെ തടഞ്ഞില്ലെങ്കിൽ ദുആക്ക് ഉത്തരം കിട്ടൂല. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഖബ്ല തദഊനി ഫലാ അസ്തജീബ ലക്കും, നിങ്ങൾ ദുആ ചെയ്യും, ഞാൻ നിങ്ങളുടെ ദുആയിന് ഉത്തരം നൽകൂല. വഖബ്ല തസ്അലൂനി ഫലാ ഉഅതീകും, നിങ്ങൾ എന്നോട് പല കാര്യങ്ങളും ചോദിക്കും, പക്ഷേ ഒന്നിനും ഞാൻ മറുപടി തരൂല, ഒന്നും ഞാൻ നിങ്ങൾക്ക് തരൂല. വഖബ്ല തസ്തൻസിറൂനി, നിങ്ങൾ എന്നോട് ഒരുപാട് സഹായം ചോദിക്കും. ബർമ്മയുടെ പാവങ്ങളായ ആളുകളെ രക്ഷിക്കണേ എന്ന് നമ്മൾ ഇവിടെ ദുആ ചെയ്യാറുണ്ട്. നിങ്ങൾ ഒരുപാട് സഹായം എന്നോട് ചോദിക്കും. ഫലാ അൻസുറുക്കും, നിങ്ങളെ ഞാൻ സഹായിക്കൂല. ചുരുക്കി പറഞ്ഞ ദുആഇന്റെ വാതിൽ അല്ലാഹു കൊട്ടിയടക്കും എന്നാണ് അതിന്റെ അർത്ഥം. എപ്പോ ദുആക്ക് ഉത്തരം കിട്ടൂല. അത് ഏത് ആലിമും ഏത് സയ്യിദിനെ വിളിച്ചാലും ഏത് മഹാന്മാരെ വിളിച്ചാലും ദുആക്ക് ഉത്തരം കിട്ടൂല. ഇത് നമ്മുടെ നാട്ടിലുണ്ടായ ഏത് തിന്മയെ തടയാതെ നന്മയെ പ്രോത്സാഹിപ്പിക്കാത്ത ഒരവസ്ഥ നമ്മുടെ നാട്ടിലുണ്ടായാൽ, അതുകൊണ്ട് മുറൂബിൽ മഅറൂഫ്, നന്മ ചെയ്യാൻ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണേ. നല്ല പഠിക്കുന്ന ആളുകൾക്ക് ഇടയ്ക്കിടെ പരിപാടിയൊക്കെ നടക്കുമ്പോ നല്ല റാങ്ക് ഹോൾഡേഴ്സിനെ വിളിച്ചിട്ട് ഒരു സമ്മാനം കൊടുക്കുക. എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് ഒരു പ്രോത്സാഹനം നൽകുക. മുറൂബിൽ മഅറൂഫ്, നന്മ ചെയ്യാൻ അവരെ പഠിപ്പിക്കുക. മക്കളോട് നന്മ ചെയ്യാൻ പറയണം, നാട്ടുകാരോട് നന്മ ചെയ്യാൻ പറയണം, കുടുംബക്കാരോട് നന്മ ചെയ്യാൻ പറയണം. ഇനി എന്റെ മക്കളോ എന്റെ ഭാര്യയോ എന്റെ കുടുംബക്കാരോ എന്റെ നാട്ടുകാരോ ഒരു തെറ്റ് ചെയ്യുന്നത് കണ്ണിൽ കാണാനിടയായാൽ അതിനെ ചെറുക്കേണ്ടവരും നിങ്ങൾ തന്നെ. അങ്ങനെ ചെറുത്തില്ലെങ്കിൽ ഒരാളുടെ ദുആയിനും അല്ലാഹു ഉത്തരം നൽകൂല. അപ്പൊ ഈ ബർമ്മയിൽ ഇരുന്നിട്ട് ഇങ്ങനെ ദുആ ചെയ്തിട്ട് അല്ലാഹു ദുആ സ്വീകരിക്കൂല. നമ്മുടെ നാട്ടിലേക്ക് അങ്ങനെ വന്നാലോ? ഇപ്പൊ നമ്മുടെ നാട്ടിൽ കുഴപ്പമില്ല, നമ്മുടെ വാലുകൾ നടക്കുന്നുണ്ട്, നന്മ കൽപ്പിക്കലുണ്ട്, തിന്മ എതിർക്കാറുണ്ട്, അൽഹംദുലില്ലാഹ് ഇപ്പൊ ഖൈറാണ്. ഇതൊക്കെ നിന്നുപോയി. എന്നാ പിന്നെ നമ്മളൊരു അപകടത്തിൽപ്പെട്ടാൽ ആര് ദുആ ചെയ്താലും ദുആക്ക് ഉത്തരം കിട്ടൂല. വലിയൊരു അപകടത്തിൽപ്പെട്ടു. അല്ലാഹു നമ്മളൊക്കെ കാക്കുമാറാവട്ടെ. അതുകൊണ്ട് ദുആ ചെയ്യണം. പിന്നെ തെറ്റ് ചെയ്യുന്ന ആളുകൾക്ക് തടയുമ്പോൾ ഒരു വെറുപ്പുണ്ടാവരുത്. തെറ്റ് ചെയ്യുന്നത് എന്തേ, തടയുന്നത് എന്തേ? അങ്ങനെയെങ്കിലും നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടോട്ടെ, ആ ഒരു താല്പര്യത്തോടെയല്ലേ നമ്മൾ തടയാം.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളുടെ ഖാദിമായിരുന്ന ഒരു ജൂതനായ ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു. അല്ലാഹുവിന്റെ ഹബീബിന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജൂതനായിരുന്നു. ഖാദിം, മുസ്ലിമായിട്ടില്ല. നബി തങ്ങൾ അയാളോട് മുസ്ലിമാവാൻ പറഞ്ഞിട്ടില്ല. അതെങ്ങനെയാണ്? നമ്മൾ ഒരാളോടും ബലാത്കാരമായി നീ മുസ്ലിമാവോടൊന്നും പറയാൻ പാടില്ല. അയാൾ അങ്ങനെ മുസ്ലിമായ അയാൾ മുസ്ലിമോ അല്ല. അത് മനസ്സിലാക്കണം. നമ്മൾ ഒരാളെ പിടിച്ചിട്ട് ഇങ്ങോട്ട് പാടും മുസ്ലിം ആവണില്ലെങ്കിൽ നിന്നെ കൊല്ലു എന്ന് പറഞ്ഞു. അയാൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് ആണ്. മുസ്ലിം ആവൂല. മനസ്സുകൊണ്ട് ഉറപ്പിക്കണം, നാവ് കൊണ്ട് പറഞ്ഞാൽ പോരാ. മഹാനായ ശംസുൽ ഉലമയെ കുറിച്ച് നമ്മൾക്ക് അറിയുന്ന ചരിത്രമുണ്ടല്ലോ. കോടതിയിൽ നിന്ന് വക്കീൽ ചോദിച്ചത്, നിങ്ങൾ ഇന്ന ഒരാളെ മുസ്ലിമാക്കി എന്ന് കേൾക്കാൻ സാധിച്ചു, മതപരിവർത്തനം നടത്തി എന്ന് കേൾക്കാൻ സാധിച്ചു, അത് ശരിയാണോ എന്ന് ചോദിച്ചപ്പോ മഹാനായ ശംസുൽ ഉലമ പറഞ്ഞ മറുപടി എന്ത് പറഞ്ഞു? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് നിങ്ങൾ ഒരാളോട് പറയിപ്പിച്ചു എന്ന് കേട്ടു. ഒന്നും കൂടി എന്താ പറഞ്ഞു കേട്ടിട്ടില്ല? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒന്നും കൂടി 3 വട്ടം പറയിപ്പിച്ചു വക്കീലിനോട്. എന്നിട്ട് ചോദിച്ചു, വക്കീലേ, നീ ഇപ്പോൾ മുസ്ലിമായോ? താങ്കൾ ഇപ്പോൾ മുസ്ലിമായോ? ഇല്ല. അതുകൊണ്ട് ഇത് നിർബന്ധിച്ചിട്ട് ചെല്ലിയാലോ പേടിപ്പിച്ചിട്ട് ചെല്ലിയാലോ ഇവിടെ മുസ്ലിം ആവൂല. മനസ്സറിഞ്ഞ് ഒരാൾ പറയണമെങ്കിലേ മുസ്ലിം ആവുള്ളൂ. അങ്ങനെയാണ്. നമ്മളൊരാളെ പേടിപ്പിച്ചിട്ട് മുസ്ലിം ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളുടെ കീഴിൽ ജോലി ചെയ്തിരുന്ന ഒരു ജൂതനായ ഒരു ചെറുപ്പക്കാരൻ. അല്ലാഹുവിന്റെ ഹബീബ് ആ ചെറുപ്പക്കാരന് രോഗം വന്നപ്പോൾ ചെറുപ്പക്കാരനെ സന്ദർശിക്കാൻ ചെല്ലുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മനസ്സിലായി ഈ ചെറുപ്പക്കാരൻ മരിക്കാൻ പോവുകയാണെന്ന്. മുസ്ലിം ആവാതെ മരിച്ചാൽ ഈ ചെറുപ്പക്കാരൻ നരകത്തിലേക്കല്ലേ പോവേണ്ടത്? അല്ലാഹുവിന്റെ ഹബീബിന്റെ ഖാദിമായിരുന്നല്ലോ. നരകത്തിലേക്ക് പോകുമ്പോഴുള്ള ഹബീബിന്റെ വിഷമം ഹബീബിന്റെ മനസ്സിലായി. ഉടനെ തന്നെ ചെറുപ്പക്കാരനോട് പറഞ്ഞു, യാ ബുനയ്യ അസ്ലിം, പൊന്നുമോനെ നീ മുസ്ലിം ആവണം. നിനക്ക് മുസ്ലിമായി കൂടെ? ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ വിശ്വസിച്ചുകൂടെ? മുഹമ്മദുർ റസൂലുള്ളാഹിൽ വിശ്വസിച്ചുകൂടെ? ചെറുപ്പക്കാരൻ തൊട്ടടുത്ത് ജൂതനായ ചെറുപ്പക്കാരന്റെ പിതാവ് നിൽക്കുന്നുണ്ട്. പിതാവിനെ നോക്കി ഉപ്പ എന്ത് പറയുന്നു എന്ന് നോക്കി. ഉപ്പന്റെ അഭിപ്രായം എന്താ? ഉപ്പാക്ക് വിഷമാവോ? അങ്ങനെ ചില ആളുകൾ, ഇസ്ലാമാണ് സത്യം എന്നൊക്കെ പല ആളുകൾക്ക് മനസ്സിലായി. പക്ഷെ ഉപ്പയ്ക്ക് വിഷമാവോ ഉമ്മയ്ക്ക് വിഷമാവോ എന്നൊക്കെ ചിന്തിച്ചിട്ട് വരാത്ത ആളുകളുണ്ട്. ഉപ്പയുടെ മുഖം നോക്കിയപ്പോൾ ഉപ്പ പറഞ്ഞത്, ജൂതനായ ഉപ്പ പറയുന്നത്, ആരാണ് ജൂതന്മാരെന്ന് പറഞ്ഞാൽ ഖുർആൻ അവരെ കുറിച്ച് പറഞ്ഞത് ജനങ്ങളിൽ മുസ്ലിമീങ്ങളോട് ഏറ്റവും ശത്രുത പുലർത്തുന്നത് ജൂതന്മാരാണ്. ആ ജൂതനായ പിതാവ് തന്റെ മകനോട് പറയുന്നത്, മരണശയ്യയിൽ കിടന്നിട്ട് രോഗശയ്യയിൽ കിടന്നിട്ട് മരിക്കാൻ കിടക്കുന്ന പൊന്നുമോനോട് ജൂതനായ പിതാവ് പറഞ്ഞത്, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ പറഞ്ഞത് കേട്ടോ, വേഗം മുസ്ലിമായിക്കോ. അയാൾ മുസ്ലിമായിട്ടില്ല. മകനോട് പറയാണ്, നബി മുഹമ്മദ് നബി പറഞ്ഞത് കേട്ടോളൂ, മുസ്ലിമായിക്കോളൂ. ചെറുപ്പക്കാരൻ മുസ്ലിമായി. അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, അൽഹംദുലില്ലാഹില്ലദീ നജ്ജാഹു ബി മിനന്നാർ. അല്ലാഹുവേ, ഞാൻ കാരണം ഒരാൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ. അൽഹംദുലില്ലാഹ്. അതാണ് നമ്മുടെ ലക്ഷ്യം. അതാണ് ഒരാളോട് തെറ്റ് ചെയ്യല്ലേ എന്ന് പറയുമ്പോ, പാട്ട് പാടല്ലേ എന്ന് പറയുമ്പോ, സിനിമ കാണല്ലേ എന്ന് പറയുമ്പോ, കള്ള് കുടിക്കല്ലേ എന്ന് പറയുമ്പോ, പ്രണയിക്കല്ലേ എന്ന് പറയുമ്പോ, വ്യഭിചരിക്കല്ലേ എന്ന് പറയുമ്പോ, നിങ്ങളത് ചെയ്യാതിരുന്നിട്ട് നമ്മൾക്കൊന്ന് ലഭിക്കാനുള്ളത് കൊണ്ടല്ല, നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടട്ടെ. ആരോടാണോ പറയുന്നത്? നമ്മുടെ നന്മയാണ് ആ പറയുന്നവർ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് പറയുമ്പോൾ വളരെ സന്തോഷത്തോടെ കേൾക്കുന്നവരാവണം. അവരോട് തിരിച്ച് സംസാരിക്കുകയോ ദേഷ്യപ്പെടുകയോ ചെയ്യുന്നവരായി നമ്മൾ മാറാൻ പാടില്ല. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. അപ്പോ തെറ്റിലേക്ക് പോകുന്നവരാളെ തെറ്റിൽ നിന്ന് തടയേണ്ടവരാണ് നമ്മള്.
അല്ലാഹു ബോധം നൽകട്ടെ. അല്ലാഹു നമ്മളെയൊക്കെ നല്ലവരിൽ പെടുത്തുമാറാവട്ടെ. അല്ലാഹു പറയാണ്, ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിഷ. തിന്മകൾ നാട്ടിലുണ്ടാകുമ്പോ അതിൽ സന്തോഷം കണ്ടെത്തുന്ന ആളുകൾ. ഉദാഹരണം, മക്കൾ ഇങ്ങനെ സിനിമ കാണുമ്പോ ഉപ്പവൽ ചിരിച്ചു നിൽക്കാണ്. ഉപ്പ അല്ല LCD-യുടെ LED-യുടെ ഫ്ലാറ്റ് TV കൊണ്ടുവന്ന് 1 ലക്ഷത്തിന്റെയും 2 ലക്ഷത്തിന്റെയും ഒക്കെ TV കൊണ്ടുവന്ന് വീട്ടിൽ വെച്ചിട്ട് മക്കൾ ഇങ്ങനെ സിനിമ കാണുമ്പോ ഉപ്പാക്കതിനൊരു കുഴപ്പമില്ല, ഉമ്മാക്കതിനൊരു കുഴപ്പമില്ല. വിചാരമാണ്, ഹറാമാണ് അവിടെ കാണുന്നത്. അതുകൊണ്ട് ഉപ്പയ്ക്കൊരു വിഷമമില്ല, ഒരു കുഴപ്പമില്ല. അങ്ങനെയുള്ള ഉപ്പമാരാണെങ്കിൽ ഫില്ലദീന ആമനൂ, സത്യവിശ്വാസികളായ അല്ലാഹുവിനെ പേടിക്കുന്ന ആളുകളിൽ തിന്മ വളരുന്നതിൽ നിങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ലെങ്കിൽ ലഹും അദാബുൻ അലീമു ഫിദ്ദുനിയ, ദുനിയാവിൽ വെച്ച് തന്നെ അല്ലാഹുവിന്റെ വേദനാജനകമായ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്ന് പരിശുദ്ധ ഖുർആൻ. ദുനിയാവിൽ വെച്ച് തന്നെ അനുഭവിക്കേണ്ടി വരും. അല്ലാഹു ദുനിയാവിൽ ശിക്ഷ നൽകാറില്ല, അങ്ങനല്ലേ? അല്ലാഹു ദുനിയാവിൽ ശിക്ഷ നൽകാറില്ല. മാതാപിതാക്കളോട് അപമര്യാദയായി പെരുമാറുന്ന ആളുകൾക്കാണ് അല്ലാഹു ദുനിയാവിൽ ശിക്ഷ നൽകാറുള്ളത്. അല്ലാത്തവരുടെ ശിക്ഷയൊക്കെ അല്ലാഹു ആഖിറത്തിലേക്ക് എടുത്തു വെക്കുകയാണ്. എന്നാൽ ഈ കൂട്ടർ തിന്മ വ്യാപിക്കുന്നതിൽ സന്തോഷം കാണുന്ന ആളുകൾ, അതിന് സന്തോഷം കണ്ടെത്തുന്ന ആളുകൾ തിന്മ ചെയ്യുന്നവരുടെ കാര്യം പറയേണ്ടതുണ്ടോ? തിന്മ ചെയ്യുന്നവരുടെ കാര്യം പറയേണ്ടതുണ്ടോ? തിന്മ ചെയ്യുന്നവരുടെ കാര്യമല്ല, ചെയ്യുന്നത് അറിഞ്ഞിട്ട് വിഷമമില്ലാത്ത ആളുകൾ, അതിൽ സന്തോഷം കണ്ടെത്തുന്ന ആളുകൾ, ലഹും അദാബുൻ അലീമു ഫിദ്ദുനിയ, ദുനിയാവിൽ വേദനാജനകമായ ശിക്ഷയാണ് അവരെ കാത്തിരിക്കുന്നത്. അതെന്താ ആ വേദനാജനകമായ ശിക്ഷ? എന്താ? അതാണ് ഹബീബ് വിശദീകരിച്ചത്. യാ മഅ്ശറൽ മുഹാജിരീൻ, ഓ മുഹാജിരീങ്ങളെ, ഖംസു ഖിസാലിൻ, 5 കാര്യം നിങ്ങളിൽ ഉണ്ടായാൽ അതിലൊന്നാമത്തേത് ലം തൽഹരിൽ ഫാഹിഷ ഫീ ഖൗമിൻ ഖത്തു ഹത്താ യുഅ്ലിനു ബിഹാ, പരസ്യമായി തെറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ, കേൾക്കൂ ചെറുപ്പക്കാരാ, കേൾക്കൂ ചെറുപ്പക്കാരികളെ, കേൾക്കൂ നാട്ടുകാരാ, പരസ്യമായി തെറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ ആണിന്റെയും പെണ്ണിന്റെയും ഇടയിൽ ഒരു ഹിഡൻ സ്ക്രീൻ വേണം, ഒരു മറ വേണമെന്ന് അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചപ്പോ ആ ഒരു മറയില്ലാതെ ക്യാമ്പസുകളിലും കലാലയങ്ങളിലും ആങ്ങളമാരെ പോലെ പെങ്ങളമാരെ പോലെ കൈയും പിടിച്ച് ഷോൾഡറിൽ കൈയും വെച്ച് നടക്കുന്ന ചെറുപ്പക്കാരാ, വ്യഭിചാരം പരസ്യമായി ചെയ്യുകയല്ലേ അത്? 4-5 ആളുകൾ ബസ് സ്റ്റാൻഡിൽ ഇരുന്നു കൊണ്ട് തന്റെ കാമുകിമാരോട് രാത്രി 10 മണി വരെ 12 മണി വരെ സംസാരിക്കുന്നതും ചാറ്റ് ചെയ്യുന്നതും 4 ആൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ തെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് അംഗീകരിക്കാൻ പറ്റുക? എങ്ങനെയാണ് സഹിക്കാൻ പറ്റുക? നന്മ പോലും പരസ്യമായി ചെയ്യരുത്, നന്മ പോലും പരസ്യമായി ചെയ്യരുത്. ഇതല്ലേ ഇസ്ലാം പഠിപ്പിച്ചത്? നന്മ പോലും പരസ്യമായി ചെയ്യരുത് എന്നല്ല പറഞ്ഞത്. നന്മ പരസ്യമായിട്ട് ചെയ്തവരെ റിയാ ആണ്, അത് ശിർക്കിന്റെ ചെറിയൊരു രൂപമാണെന്നാണ്. പരസ്യമായ ആളുകൾ കാണാൻ വേണ്ടി പരസ്യമായ ഒരാൾ നന്മ ചെയ്താൽ അത് ശിർക്കുൽ ഖഫീ, ശിർക്ക് ചെയ്തതിന് സമമാണെന്ന് അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. നന്മ പരസ്യമായി ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ അതാണ് പറയുന്നത് തിന്മ ഏതായാലും ചെയ്യരുത്. അപ്പൊ തിന്മ ചെയ്താലുള്ള ഗൗരവത്രയാണ്. അങ്ങനെ നമ്മൾ പരസ്യമായി തിന്മ ചെയ്താൽ, പരസ്യമായി നമ്മൾ തെറ്റ് ചെയ്താൽ അല്ലാഹു നൽകാൻ പോകുന്നത് ഇല്ലാ ഫശാ ഫീഹി മുത്താഊൻ, ക്യാൻസർ വർദ്ധിക്കുന്നതിൽ അത്ഭുതമില്ല. താഊൻ പഴയ കാലത്തുള്ള പ്ലാഗ് രോഗമാണ്, ഇന്ന് ക്യാൻസറായി നമ്മൾക്ക് അർത്ഥം വെക്കാം. ഇല്ലാ ഫശാ ഫീഹി മുത്താഊൻ, ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ നമ്മുടെ നാട്ടിൽ വർദ്ധിക്കും. ഇനി നിങ്ങൾ വേണമെങ്കിൽ ഒരു സെൻസർ ചെയ്ത് നോക്കിയേ, അല്ലെങ്കിൽ ഒരു സെൻസസ് എടുത്ത് നോക്കിയേ. നമ്മുടെ നാട്ടിൽ പള്ളി ജമാഅത്തിന്റെ കീഴിൽ മഹല്ലിൽ എല്ലാ വീടുകളിലും കയറി എത്ര വീട്ടിൽ ക്യാൻസർ രോഗികളുണ്ടെന്ന് അന്വേഷിച്ച് നോക്കിയേ. ക്യാൻസർ ഇല്ലാത്ത വീട്ടുകാർ വളരെ കുറവായിരിക്കും, വളരെ കുറവായിരിക്കും. ചെറിയ കുട്ടികൾക്ക് ക്യാൻസർ, പെണ്ണുങ്ങൾക്ക് ക്യാൻസർ, ആണുങ്ങൾക്ക് ക്യാൻസർ. ഇല്ലാ ഫശാ ഫീഹി മുത്താഊൻ, ക്യാൻസർ പോലെയുള്ള മാറാരോഗങ്ങൾ നിങ്ങളിൽ വ്യാപകമാകും, പിടികൂടുന്നല്ല. നിങ്ങൾ തിന്മ പരസ്യമായി ചെയ്യുന്നത് പോലെ ക്യാൻസറും പരസ്യമാകും. എല്ലാവരുടെ ക്യാൻസർ. കുറച്ചുകൂടി കഴിഞ്ഞാൽ ക്യാൻസർ രോഗികളില്ലാത്ത വീടുണ്ടാവില്ല എന്നാണ് വൈദ്യശാസ്ത്രം പറയുന്നത്. ക്യാൻസർ ഇന്നെ അത് സംഭവിച്ചോ എന്ന് എനിക്കറിയില്ല. ക്യാൻസർ ഇല്ലാത്ത വീടുണ്ടാവില്ല. ഇല്ലാ ഫശാ ഫീഹി മുത്താഊൻ, ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ വർദ്ധിക്കും. മുമ്പ് കഴിഞ്ഞു പോയ ആളുകൾക്കൊന്നും അല്ലാഹു നൽകാത്ത, പേരില്ലാത്ത പല ശിക്ഷകളും പല രോഗങ്ങളും അല്ലാഹു നൽകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ഇനി കേൾക്കണോ എന്റെ സഹോദരാ? ഒരു ഭർത്താവ്
പിൻഭാഗത്തുകൂടി കാഷ്ടിക്കുന്നതിന് പകരം അദ്ദേഹം കാഷ്ടിക്കുന്നത് വായയിലൂടെ. പിൻഭാഗത്തൂടല്ല കാഷ്ടിക്കുന്നത്, വായയിലൂടെ. സുബ്ഹാനല്ലാഹ്. അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തോട് സംസാരിക്കുന്നത് 100 മീറ്റർ അപ്പുറത്ത് നിന്നിട്ട്. അദ്ദേഹത്തിന്റെ മക്കൾ അദ്ദേഹത്തോട് സംസാരിക്കുന്നത് 100 മീറ്റർ അപ്പുറത്ത് നിന്നിട്ട്. ഭാര്യയും ഭർത്താവും ഭാര്യയും മക്കളും പോലും അകന്നു നിന്നുകൊണ്ട് തീരെ അടുപ്പം കാണിക്കാതെ അല്ലാഹു ഒരു രോഗം നൽകിയിരിക്കുകയാണ്, വായയിലൂടെ കാഷ്ടിക്കുന്ന രോഗം. ഇനിയും നിങ്ങൾക്ക് കേൾക്കണോ? 8ാം ക്ലാസ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനി 8ാം ക്ലാസ്സിലെത്തിയപ്പോഴാണ് തലയുടെ മുടി ഓരോന്നോരോന്ന് കൊഴിഞ്ഞു പോവാൻ തുടങ്ങുന്നത്. തലയുടെ മുടി ഓരോന്നോരോന്ന് കൊഴിഞ്ഞു പോവാൻ തുടങ്ങുന്നത്. ഒരുപാട് ഡോക്ടർമാരെ കാണിച്ചോ, ഒരുപാട് കാണിക്കേണ്ട ഉസ്താദുമാരെയും തങ്ങന്മാരെയും എല്ലാവരെയും കാണിച്ചു. 10ാം ക്ലാസ് ആകുമ്പോഴേക്കും ആ പെണ്ണിന്റെ തലയിൽ ഒരു മുടി പോലും ബാക്കിയില്ല, ഒരു മുടി പോലും ബാക്കിയില്ല. എന്താണ് ആ രോഗത്തിന് പേര് വിളിക്കുക? എന്താണ് ആ രോഗത്തിന് പേര് വിളിക്കുക? കണ്ണൂർ ജില്ലയിൽ ഒരു വാതിന് പോയപ്പോൾ ഒരു ചെറുപ്പക്കാരൻ വന്ന് പറഞ്ഞു, എന്റെ ആ പെങ്ങൾക്ക് 28 വയസ്സാണ്, ഇന്ന് 28 വയസ്സാണ്. അവളുടെ അനുജത്തി ഇന്ന് ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവളുടെ കല്യാണം ശരിയാവാത്തത് കാരണം അനുജത്തിയുടെ കല്യാണവും ശരിയാവുന്നില്ല. സാദേ ദുആ ചെയ്യണമെന്ന് പറയുകയാണ്. അല്ലാഹുവേ നീ ശിഫ നൽകണേ അല്ലാഹ്. ശിഫ നൽകാൻ നിനക്ക് പ്രയാസമില്ലല്ലോ റബ്ബേ, നീ വിചാരിച്ചാൽ ഒരു സെക്കൻഡ് മതിയല്ലോ അല്ലാഹ്. അല്ലാഹുമ്മ അൻതശ് ശാഫി, അല്ലാഹുമ്മ അൻതശ് ശാഫി, അല്ലാഹുമ്മ അൻതൽ കാഫി, അല്ലാഹുമ്മ അൻതൽ മുആഫി, اشف أنت الشافي لا شفاء إلا شفاءك شفاء لا يغادر سقما ولا ألما. അല്ലാഹുവേ ശിഫ നൽകണേ അല്ലാഹ്. ഇങ്ങനെയുള്ള മാറാ രോഗങ്ങൾ നൽകി നീ ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാഹ്. എങ്ങനെയാണ് ഇതൊക്കെ സഹിക്കുക? ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു പെൺകുട്ടിക്കാണ് പെട്ടെന്ന് വെള്ളപ്പാണ്ട് വരുന്നത്. മുഖത്തിൽ വെള്ളപ്പാണ്ട്, കൈകളിൽ വെള്ളപ്പാണ്ട്. തെറ്റ് ചെയ്ത ആളുകളെ അള്ളാഹു പ്രത്യേകം നോട്ട് ചെയ്തിട്ടല്ല ശിക്ഷിക്കുന്നത്. തെറ്റ് ചെയ്യും, അള്ളാഹു ചില ആളുകൾക്ക് ശിക്ഷ നൽകും. ആ ശിക്ഷ ലഭിച്ച ആളുകൾ ഭാഗ്യവാന്മാരാണ്. ദുനിയാവിൽ ഒരുപക്ഷെ പ്രയാസം സഹിക്കേണ്ടി വന്നാൽ അതിന്റെ പേരിൽ അവർ ആഖിറത്തിൽ ഉന്നതമായ സ്വർഗത്തിന്റെ തട്ടിൽ അവർ സുഖിക്കും. ഇവിടെ കുറച്ച് കഷ്ടപ്പെട്ട അല്ലാഹു അവർക്കൊക്കെ ശിഫ നൽകട്ടെ. അങ്ങനെ ഒരു പരീക്ഷണം അല്ലാഹു നമ്മൾക്ക് നൽകാതെ നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും അല്ലാഹു കാക്കട്ടെ. പക്ഷെ എപ്പോഴാണ് ഈ ശിക്ഷകളൊക്കെ വരിക? അത് തിന്മകൾ വ്യാപകമായി പരസ്യമായി തെറ്റ് ചെയ്യാൻ തുടങ്ങി. ചെയ്യരുത്. പരസ്യമായി തെറ്റ് ചെയ്യുന്ന ഒരു സ്വഭാവം നമ്മളിൽ ഉണ്ടാവരുത്. അതുപോലെ തന്നെ തിന്മകൾ തടയുന്ന ആളുകൾ ശ്രദ്ധിക്കണം. തിന്മകൾ തടയുന്ന ആളുകൾ ശ്രദ്ധിക്കണം. പരസ്യമായി പേര് വിളിച്ച് പരസ്യമായി ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലൂടെ അപ്ലോഡ് ചെയ്യരുത്. 2 ദിവസം മുമ്പോ 3 ദിവസം മുമ്പോ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ കാണാനിടയായി. എന്താ വീടെന്നറിയോ? ഏതോ ഒരു മതിൽ ചാടിപ്പോയ ഒരു ചെറുപ്പക്കാരനെ പിടിച്ചിട്ട് അടിക്കുന്ന രംഗം. ഒരുപാട് ആളുകൾ കൂടി അടിക്കുക. എന്നിട്ട് അദ്ദേഹത്തിന്റെ അടിക്കുന്ന വീഡിയോ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുക. എത്ര ആളുകളാണ് ഇത് കാണുന്നത്? എന്താണ് ഇതിന്റെ അർത്ഥം? എന്താ? ഇതാണ് അല്ലാഹു പറഞ്ഞത്. ലം തൽഹരിൽ ഫാഹിഷ. തിന്മ പരസ്യമാക്കാൻ തുടങ്ങിയാൽ, ഒരാൾ ഒരു തെറ്റ് ചെയ്താൽ ഇങ്ങനെയാണോ ശിക്ഷിക്കേണ്ടത്? ആണോ? ഇങ്ങനെയാണോ തടയാൻ പറഞ്ഞത്? അടിച്ചിട്ട് ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഇടാനാണോ? വീഡിയോ എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഇടാനാണോ? ആരുടെ സംസ്കാരം? അയാൾ ചെയ്ത തെറ്റിനേക്കാളും വലുതാണ് ഈ വീഡിയോ എടുത്തവനും പരസ്യമായി അടിച്ചവനും അത് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തവനും അതിന് കമന്റ് അടിച്ചവനും അതിന് ലൈക്ക് അടിച്ചവനും ഷെയർ ചെയ്തവനും എല്ലാവരും തെറ്റുകാരാണ്. അയാൾ ചെയ്ത തെറ്റിനേക്കാളും വലിയ തെറ്റാണ്. ഒരാൾ ഒരു മതിൽ ചാടി വ്യഭിചരിച്ചു. അയാളെ പിടിച്ച രഹസ്യമായി അയാൾ ഉപദേശിച്ച് അയാൾക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നൽകി അയാളെ പിന്നുള്ള ദിവസങ്ങൾ നിരീക്ഷിക്കുക. അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ അയാളെ പരസ്യമായി സമൂഹത്തിന്റെ മധ്യേ കൊണ്ടുവന്നിട്ട് അടിക്കുന്ന ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യലില്ല. വൃത്തികെട്ട സ്വഭാവമാണ്. ഈ വൃത്തികേട് ആവർത്തിച്ചാൽ എന്റെ ചെറുപ്പക്കാർ അല്ലാഹുവിന്റെ അപകടം ഇറങ്ങും നമ്മുടെ നാടുകളിൽ. എന്തോ ഒരു വൃത്തികെട്ടതാണ്. ഗൾഫിലാണെങ്കിലും നാട്ടിലാണെങ്കിലും പാവങ്ങളായ തെറ്റുകാർ, മനുഷ്യൻ തെറ്റുകാരാണ്. ആരാണ് ഇവിടെ തെറ്റ് ചെയ്യാത്തവർ? അല്ലാഹുവിന്റെ ഹബീബിന്റെ കാലശേഷം തെറ്റ് ചെയ്യാത്ത ആളുകൾ എവിടെ? അവസാനം ആരാ മഅസൂം വന്നത്? അവസാനത്തെ മഅസൂം ആരാണ്? അവസാനത്തെ മഅസൂം പാപത്തിൽ നിന്ന് തെറ്റിൽ നിന്ന് സംരക്ഷിക്കപ്പെട്ട ആളാരാണ്? അത് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളുടെ ശേഷം ഒരു മഅസൂമും വന്നിട്ടില്ല. തെറ്റ് ചെയ്ത ആളുകളെ
പൊതുരംഗത്തൊക്കെ ആളുകളൊക്കെ അറിയുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യൽ, പരസ്യമാക്കൽ അല്ലാഹുവിന് ഇഷ്ടപ്പെടാത്ത ഏറ്റവും വലിയ പാപമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു ഉമ്മതി മുആഫാ, എന്റെ സമുദായത്തിലെ എല്ലാ ആളുകൾക്കും ഞാൻ മാപ്പ് നൽകുമ്പോൾ മാപ്പ് നൽകാത്ത ചില ആളുകളുണ്ട്. എത്ര ദുആ ചെയ്താലും മാപ്പ് ലഭിക്കൂല, എത്ര ദുആ ചെയ്താലും അല്ലാഹു പുറത്തു കൊടുക്കൂല. അവർ ആരാണെന്നറിയുമോ? ഇല്ലൽ മുജാഹിദീൻ, ഇല്ലൽ മുജാഹിദീൻ. സ്വഹാബാക്കൾ ചോദിച്ചു, വമൽ മുജാഹറതു യാ റസൂലല്ലാഹ്, നബിയേ നബിയേ എന്താണ് ഈ മുജാഹറത്ത് എന്ന് പറഞ്ഞാൽ? അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, അയ്യഅമലർ റജുലു ബില്ലൈലി അമല, രാത്രിയിൽ ഒരാൾ ഒരു തെറ്റ് ചെയ്യാ, എന്നിട്ട് അയാൾ തന്നെ പകൽ അത് നാട്ടുകാരോട് പറയാ. പെൺകുട്ടികൾക്കൊക്കെ ഉണ്ട് സ്വഭാവം, രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ കണ്ട കാമുകന്മാരോടൊക്കെ ചാറ്റ് ചെയ്തിട്ട് ആ കഥ പോയിട്ട് സ്കൂളിൽ പറയാ. തന്റെ കൂടെ പഠിക്കുന്ന പെൺകുട്ടികൾക്കൊക്കെ ഇത് പറഞ്ഞു കൊടുക്കാൻ, ഞാൻ എന്താ മുണ്ടിയത്, ഞാൻ എന്താ സംസാരിച്ചത്. ആൺകുട്ടികൾക്കുണ്ടാ സ്വഭാവം. രാത്രി ഏതെങ്കിലും അതിൽ ചാടി ഏതെങ്കിലും വീട്ടിലേക്ക് കയറി ആ കഥകൾ ആ വ്യഭിചാരത്തിന്റെ അവിഹിതത്തിന്റെ കഥകൾ ചങ്ങാതിമാരോട് പറഞ്ഞു കൊടുക്കുന്നത്, മോഷണത്തിന്റെ കഥകൾ, കൊലപാതകത്തിന്റെ കഥകൾ, ഫിത്നയുടെ കഥകൾ, നാട്ടിൽ ആരാരും അറിയാതെ ഒറ്റയ്ക്ക് രാത്രി ചെയ്ത തെറ്റ് അവനും അല്ലാഹുവും മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ, അല്ലാഹുവും അവനും മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. അങ്ങനെ ഒരു തെറ്റിനെ അവൻ മറ്റൊരാളോട് പറഞ്ഞു കൊടുത്താൽ അവന് മാപ്പില്ല, മാപ്പർഹിക്കാത്ത പാപമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് സ്വന്തം തെറ്റ് പരസ്യമാക്കിയാലാണെങ്കിൽ, മറ്റൊരാളുടെ തെറ്റ് പരസ്യമാക്കിയാൽ വല്ലാത്ത അപകടമായിരിക്കും അത്. നമ്മളെ തെറ്റ് നമ്മൾ പരസ്യമാക്കിയാൽ നമ്മൾക്ക് മാപ്പില്ല, എന്നാ പിന്നെ മറ്റൊരാളുടെ തെറ്റ് പരസ്യമാക്കിയാലുള്ള കഥ എന്താ? ഇത് കേൾക്കണം. എന്റെ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന, വാട്സപ്പ് ഉപയോഗിക്കുന്ന സകലമായ ആളുകൾ ഇത് കേട്ടോളണം. ദയവ് ചെയ്തിട്ട് അങ്ങനെയുള്ള ആഭാസങ്ങൾ ഇനി മേലാൽ നമ്മുടെ ഫേസ്ബുക്കിൽ വാളിലോ പേജിലോ കാണാൻ പാടില്ല. അപ്പോഴാണ് അപകടങ്ങൾ വരുന്നത്. എന്താ ഈ ഫേസ്ബുക്ക് എന്നൊക്കെ പറഞ്ഞാൽ എന്താ? ഒരാൾ അപ്ലോഡ് ചെയ്താൽ ഖിയാമത്ത് നാൾ വരെ അത് അവിടെ നിലനിൽക്കും. ഡിലീറ്റ് ചെയ്യാൻ പറ്റൂല, ഡിലീറ്റ് ചെയ്ത് മായ്ക്കാൻ പറ്റും. ഞാൻ ഇന്നൊരു വീഡിയോ അപ്ലോഡ് ചെയ്താൽ നാളെ ഒരാൾ ഷെയർ ചെയ്തു, പിന്നെ ഞാൻ ഡിലീറ്റ് ചെയ്താലും ആ ഷെയർ ചെയ്ത് അവിടെ ഉണ്ട്, ഡൗൺലോഡ് ചെയ്തവരുടെ മൊബൈലിലുണ്ടത്, കണ്ടവരുടെ മനസ്സിലുണ്ടത്, അത് മായ്ക്കാൻ പറ്റൂല. ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവും. എത്ര ആൾ ഈ ചെറുക്കനെ എത്ര ആള് ദർശിക്കും ലോകത്ത്, എത്ര ആള് കാണും ഇതൊക്കെ. ഈ കാണുന്ന ഹറാമിന്റെ ഓരോ ഹറാമുകളും ആരാണോ ഇതിന് ഇനിഷ്യേറ്റ് എടുത്ത് ഇത് ഫേസ്ബുക്കിലും വാട്സപ്പിലും അപ്ലോഡ് ചെയ്തത് അവന്റെ ഏടുകളിലേക്കാണെന്ന് മറക്കരുത്. ഇങ്ങനെയുള്ള കുടുംബാതകം ചെയ്തിട്ട് ലോകത്തോട് വിട പറഞ്ഞു പോയാൽ ഖബറിൽ അണമുറിയാതെ ഖിയാമത്ത് നാൾ വരെ നരകത്തിന്റെ തീക്കനൽ അനുഭവിക്കേണ്ടി വരുമെന്ന് മറക്കരുത് എന്റെ ചെറുപ്പക്കാരാ. വൃത്തികേടാണത്, അത് നന്നാണ്, നല്ലതാണ് നിങ്ങൾ ധരിക്കരുത്. വൃത്തികേട്. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇങ്ങനെ തിന്മ പരസ്യമാക്കാൻ വേണ്ടിയിട്ട് ആരും പോകരുത്. 10:35 ഇനൊരു 25 മിനിറ്റ് കൂടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തിന്മ പരസ്യമാക്കുന്നത് അല്ലാഹുവിന് ഇഷ്ടമല്ല. അല്ലേ? അല്ലാഹുവിന് ഇഷ്ടമല്ല എന്നാണ്. മഹാനായ റസൂലുള്ളാഹി മഹാനായ മൂസാ നബി അലൈഹിസ്സലാം മഴ വരാതെ ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ ഒന്ന് മഴ തന്നൂടെ. മഴ വരാൻ വേണ്ടി ദുആ ചെയ്യാൻ, അല്ലാഹുവേ മഴ തരണമല്ലാ, മഴ തരണമല്ലാ. നാൽക്കാലികളെ, മൃഗങ്ങളെ, മനുഷ്യന്മാരെ, സർവ്വജന്തുക്കളെയും ഒരുമിച്ച് കൂട്ടി വലിയ ഒരു മൈതാനിയിൽ ഒരുമിച്ച് കൂടി എല്ലാവരും ദുആ ചെയ്യുന്നുണ്ട്. നേതൃത്വം നൽകുന്നത് മൂസാ നബിയാണ്. ദുആ ചെയ്ത് അല്ലാഹു ഉത്തരം നൽകാതെ വന്നപ്പോൾ അല്ലാഹുവിനോട് ചോദിച്ചു, എന്തേ റബ്ബേ മഴ തരാത്തത്? അല്ലാഹു പറഞ്ഞു, നിങ്ങളിൽ തെറ്റ് ചെയ്ത ഒരാളുണ്ട്, തെറ്റ് ചെയ്താൽ മഴ ലഭിക്കൂല. നിങ്ങളിൽ തെറ്റ് ചെയ്ത ഒരാളുണ്ട്, വർഷങ്ങളായി തെറ്റ് നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ നിങ്ങളുടെ സദസ്സിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് അല്ലാഹു മഴ നൽകാൻ ഉദ്ദേശിക്കുന്നില്ല. ആ വ്യക്തി ആ സദസ്സിൽ നിന്ന് പോവാതെ അല്ലാഹു മഴ നൽകുകയില്ല. മൂസാ നബിയോട് പറഞ്ഞു, സമൂഹത്തെ വിളിച്ചിട്ട് പറഞ്ഞേക്കണേ, ഇങ്ങനെ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, തെറ്റ് ചെയ്ത ആളോടൊന്ന് പോവാൻ പറയണം അവിടെ നിന്ന്.
മൂസാ നബി അലൈഹിസ്സലാം ഒരുമിച്ച് കൂടിയ ഒരുപാട് ആളുകൾ 10,000 ആ 10,000 വിളിച്ചിട്ട് മഹാനായ മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, അല്ലാഹു മഴ തരാതിരിക്കാനുള്ള കാരണം തെറ്റ് ചെയ്ത ഒരാൾ ഈ സദസ്സിൽ ഇരിക്കുന്നത് കൊണ്ടാണ്. അയാളോട് എണീറ്റ് പോവാൻ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ദഅവ ചെയ്ത് അയാൾ പോയാലേ അല്ലാഹു മഴ തരുകയുള്ളൂ. തെറ്റ് ചെയ്ത ആൾക്കറിയാലോ ഞാനാണ് ആള്. പിന്നാലെന്ന് തെറ്റെന്ന് പറഞ്ഞാൽ ഞാൻ തെറ്റ് ചെയ്ത ആൾക്കറിയാലോ. പഠിച്ചോനെ, ഞാൻ ഇത്ര കാലം തെറ്റ് ചെയ്തിട്ട് നീ മറച്ചു വെച്ചല്ലേ പഠിച്ചോനെ, ഇപ്പൊ ദയവ് ചെയ്ത് അല്ലാഹുവേ നീ പരസ്യമാക്കരുത്, അല്ലാഹുവേ നീ പരസ്യമാക്കരുത്, ഞാൻ തൗബ ചെയ്യാണ്, എനിക്ക് മാപ്പ് തരണേ എന്ന് പറഞ്ഞിട്ട് ആ സമൂഹത്തിന്റെ ഇടയിൽ അദ്ദേഹം ദുആ ചെയ്യാൻ തുടങ്ങി. ദുആ ചെയ്യേണ്ട താമസം അല്ലാഹു കോരിച്ചൊരിയുന്ന മഴയാണ് ആ സമുദായത്തിന് നൽകിയത്. കോരിച്ചൊരിയുന്ന മഴ തന്നു. അപ്പോഴേക്കും മൂസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, യാ റബ്ബ്, അല്ലാഹുവേ നീയല്ലേ പറഞ്ഞത് ഒരു തെറ്റുകാരൻ ഇരിക്കുന്നത് കൊണ്ടാണ് മഴ നൽകാത്തതെന്ന്. എന്നാൽ ഇവിടെ നിന്ന് ആരും പോയിട്ടില്ലല്ലോ, പിന്നെ എന്തേ മഴ നൽകിയത്? ഇവിടെ നിന്ന് ആരും പോകുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ. അല്ലാഹുവിന്റെ ഹബീബ് മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, അല്ലാഹു പറയുകയാണ്, അയാൾ തൗബ ചെയ്തു. ഇപ്പൊ ഞാൻ മഴ തരാനുള്ള കാരണം ആ നേരത്തെ ദോഷം ചെയ്തിരുന്ന ആൾ തൗബ ചെയ്ത് നന്നായത് കൊണ്ട്, അയാളുടെ ബറക്കത്ത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ മഴ തന്നത്. നേരത്തെ ആരെ കൊണ്ടാണോ മഴ തടഞ്ഞത്, അയാൾ നന്നായപ്പോ അയാൾ അല്ലാഹു ആദരിച്ചിട്ട് അതിന് കാരണം അല്ലാഹു മഴ തരാണ്. അതിന്റെ അർത്ഥം എന്താ? നമ്മൾ തെറ്റ് ചെയ്യുന്ന കാലത്തോളം അല്ലാഹുവിന്റെ ശിക്ഷ ഉണ്ടാവും. നമ്മൾ തെറ്റിൽ നിന്ന് മാറി തൗബ ചെയ്ത് നന്നാവാൻ തീരുമാനിച്ചാൽ അല്ലാഹുവിന്റെ ഓഫറിംഗ് ഇങ്ങനെ വരും നമ്മൾക്ക്. അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ, അല്ലാഹു ബോധം നൽകട്ടെ, അല്ലാഹു ബോധം നൽകുമാറാവട്ടെ. അപ്പോഴാണ് മൂസാ നബി അലൈഹിസ്സലാം ചോദിച്ചത്, അല്ലാഹുവേ അയാൾ ആരാണെന്ന് പറഞ്ഞുതരോ? ഇവിടെ ഇപ്പൊ ഒരാൾ എണീറ്റ് പോയി എന്ന് പറഞ്ഞ ആരും പോയില്ല. അല്ലാഹ് അയാൾ ആരാണെന്ന് പറഞ്ഞു തരുമോ? അല്ലാഹുവിനോട് ചോദിച്ചു. അല്ലാഹ് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? മൂസാ, അയാൾ തെറ്റ് ചെയ്തുകൊണ്ടിരുന്ന കാലത്ത് സമുദായത്തിൽ ബാക്കിയുള്ള ആളുകൾക്കറിയാതെ മറച്ചുവെച്ച ഞാൻ, അയാളൊരു തെറ്റുകാരനായിരിക്കെ നാട്ടുകാരെ അറിയിക്കാതെ മറച്ചുവെച്ച ഞാൻ, അയാൾ ഇപ്പോൾ നന്നായ ശേഷം അയാളെ ഞാൻ പരസ്യമാക്കുകയോ? ഇന്നലെ വരെ അയാൾ തെറ്റുകാരനായിരുന്നു, അയാൾ ചെയ്യുന്ന തെറ്റ് ഞാൻ സമൂഹത്തിന് അറിയിച്ചു കൊടുത്തിട്ടില്ല. ഇപ്പോൾ അയാൾ നന്നായതിനു ശേഷം അയാളെ ഞാൻ നാട്ടുകാരോട് പറഞ്ഞു കൊടുക്കുകയോ? ഞാൻ ഒരിക്കലും ഒരു തെറ്റിനെയും പരസ്യമാക്കൂല. അല്ലാഹു തിന്മകളെ പരസ്യമാക്കാത്തവനാണ്. ഇന്നല്ലാഹ സിത്തീറുൻ, ഇന്നല്ലാഹ സിത്തീറുൻ, അല്ലാഹു മറയുന്നവനാണ്, അല്ലാഹു മറയുന്നവനാണ്, അല്ലാഹു മറച്ചു വെക്കുന്നവനാണ്. അല്ലാഹുവിന് മറക്കുന്ന ആളുകളെ ഇഷ്ടമാണ്. മറ്റൊരാളുടെ ന്യൂനതകളെ, മറ്റൊരാളുടെ ഐബിനെ, മറ്റൊരാളുടെ കുറവിനെ മറച്ചു വെക്കുന്ന ആളുകൾ അല്ലാഹുവിന് ഇഷ്ടമാണ്. അതുകൊണ്ട് ഒരിക്കലും തിന്മയെ പരസ്യമാക്കരുത്. തിന്മ പരസ്യമാക്കുമ്പോൾ നമ്മൾ അറിയാതെ അപകടങ്ങൾ ഓരോന്നോരോന്ന് നമ്മളിലേക്ക് കടന്നു വരും. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും രക്ഷപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, 5 കാര്യം ചെയ്താലാണ് നിങ്ങൾക്ക് അപകടം വരുന്നത്. 1, തിന്മകൾ പരസ്യമായി ചെയ്യാൻ തുടങ്ങി, അതിനെ തടയാനാളില്ല. അതിന് പ്രശ്നമാണ്. തിന്മ ചെയ്യുമ്പോൾ തടയാൻ ആളില്ലെങ്കിൽ വലിയൊരു പ്രശ്നമാണ്. അല്ലാഹു ബനു ഇസ്രായേലിലെ പണ്ഡിതന്മാരെ ആക്ഷേപിച്ചത് തെറ്റ് തടയാതിരുന്നപ്പോഴാണ്. ഇന്ന് പണ്ഡിതന്മാർ മുതലാളിമാരുടെയോ അധികാരികളുടെയോ അച്ചാരവും വെച്ചിലും കഴിക്കാൻ വേണ്ടി അവർ ചെയ്യുന്ന പാതകങ്ങളും കൊലപാതകങ്ങളും അറിയാതെ പോലെ നടിക്കുന്ന ആളുകളുണ്ട് അല്ലേ? എത്ര ആളുകളാണ് എന്തെങ്കിലും ഓഫർ കിട്ടാൻ വേണ്ടിയിട്ട്, എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട്, എന്തെങ്കിലും അവരിൽ നിന്ന് ലഭിക്കുന്ന അച്ചാരം വാങ്ങാൻ വേണ്ടിയിട്ട് അവരെ ചെയ്യുന്ന തിന്മകളൊക്കെ അത് കുഴപ്പമില്ല, അവർക്ക് ന്യായീകരിക്കുക, അവരുപദേശിക്കാതിരിക്കുക. അങ്ങനെ ചെയ്യരുത്. പണ്ഡിതന്മാർ ലോകത്തിന്റെ ശാപമായി വരുന്ന ഒരു കാലം നിങ്ങളിലേക്ക് കടന്നു വരുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ആകാശത്തിന്റെ ചുവട്ടിൽ ഏറ്റവും നികൃഷ്ടരായ ജീവികൾ ആലിമീങ്ങളായിരിക്കും. എന്തേ? അവര് ആൾക്കാർക്കനുസരിച്ച് ഫത്വ കൊടുക്കും, ആൾക്കാർക്കനുസരിച്ച് മസല കൊടുക്കും. മുതലാളിമാരാകും അവർക്കൊരു മസല, ഭരണാധികാരികളാകും അവർക്കൊരു മസല. ഭരണാധികാരികളെ തേടി അങ്ങോട്ട് പോവാ അല്ലേ? ശർറുൽ ഉലമാഇ മൻ യസൂറുൽ ഉമറാ. ഏറ്റവും മോശക്കാരായ പണ്ഡിതന്മാരാരാ? മന്ത്രിമാരെ, മുതലാളിമാരെ, ഭരണാധികാരികളെ അങ്ങോട്ട് പോയി കാണുന്ന പണ്ഡിതന്മാരാണ് ഏറ്റവും നികൃഷ്ടരായ പണ്ഡിതന്മാരെന്ന് ഷഫീഉനാ റസൂലുള്ളാഹ്. അങ്ങോട്ട് പോയിട്ട് കാണാം. അങ്ങനല്ല, അവർ ഇങ്ങോട്ടാ വരേണ്ടത്.
ഉമറാക്കളിൽ, ഭരണാധികാരികളിൽ, മന്ത്രിമാരിൽ, എംഎൽഎമാരിൽ, എംപിമാരിൽ ഏറ്റവും നല്ലവർ ആരാണെന്നറിയോ? ആലിമീങ്ങളെ ഇങ്ങോട്ട് വന്ന് സന്ദർശിക്കുന്നവരാണ്. ഗീതങ്ങളെ കാണാമെന്നവരില്ലേ, ഷംസുൽ ഉലമയെ കാണാമെന്നവരില്ലേ, ചെറുശ്ശേരി ഉസ്താദിനെ കാണാമെന്നവരില്ലേ, അവരൊക്കെ അങ്ങോട്ട് പോയിട്ടാണോ ദീൻ ഇവിടെ പ്രചരിപ്പിച്ചത്? അതുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബിന്റെ വചനമാണ്. ഞാൻ എന്റെ പേഴ്സണലായി അഭിപ്രായം പറയുകയല്ല, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ വിഷയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വിഷയമാണ് ഇതൊക്കെ. തിന്മ കാണുമ്പോൾ തടയാതിരുന്നാൽ അല്ലാഹു ഒരു കൂട്ടം ആളുകളെ ശപിച്ചത് എപ്പോഴാണ്? ലുഇനല്ലദീന കഫറൂ മിൻ ബനി ഇസ്രായീല അലാ ലിസാനി ദാഊദ വഈസ ഇബ്നു മറിയം ذلك بما عصوا وكانوا يعتدون كانوا لا يتناهون عن منكر فعلوا لبئس ما كانوا يفعلون. അല്ലാഹുവിന്റെ ഹബീബ്, അല്ലാഹുവിന്റെ പ്രവാചകന്മാരായ ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെയും ഈസാ നബി അലൈഹിസ്സലാമിന്റെയും നാവിലൂടെ, അവരുടെ പ്രഭാഷണങ്ങളിലൂടെ ഒരു കൂട്ടം ആളുകളെ, ആലിമീങ്ങളെ തന്നെ ശപിക്കുകയുണ്ടായി. അല്ലാഹു ശപിച്ചു, ഈസാ നബി ശപിച്ചു, ദാവൂദ് നബി ശപിച്ചു. കാരണം എന്തെന്നറിയോ? കാനൂ ലാ യതനാഹൗന അൻ മുൻകർ. അവർ ചെയ്യുന്ന തെറ്റുകളെ തടയുമായിരുന്നില്ല. തെറ്റ് കാണുമ്പോൾ അത് തിരുത്തുമായിരുന്നില്ല. ആദ്യം ഒരു ദിവസം തിരുത്തി, പിറ്റേ ദിവസം അവരുടെ കൂടെ ഭക്ഷണം കഴിച്ചു, അവരുടെ കൂടെ വെള്ളം കുടിച്ചു, അവരുടെ കൂടെ കളിക്കാൻ തുടങ്ങി. കാനൂ ലാ യതനാഹൗന അൻ മുൻകർ. തെറ്റ് ചെയ്യുന്ന ആളുകളെ തടയാത്തതിന്റെ പേരിൽ ഫഅലൂഹു ലബിഅസ മാ കാനൂ യഫഅലൂൻ. അവർ ചെയ്തത് എത്ര മോശമാണ്, എത്ര മോശമാണ് അവർ ചെയ്തത്. തെറ്റ് കാണുമ്പോൾ തടയാതിരിക്കൽ വളരെ മോശമാണ്. അതിന്റെ പേരിൽ ഈസാ നബിയെ കൊണ്ടും ദാവൂദ് നബിയെ കൊണ്ടും അല്ലാഹു ഒരു സമൂഹത്തിന്റെ പണ്ഡിതന്മാരെ മുഴുവനും ശപിച്ചിരിക്കുകയാണ്. വല്ലദീ നഫ്സീ ബിയദിഹി, എന്റെ കരങ്ങൾ, എന്റെ ശരീരം ആരുടെ കൈകളിലാണോ? ലതഅമുറന്ന ബിൽ മഅറൂഫ്, നിങ്ങൾ നന്മ കൊണ്ട് കൽപ്പിക്കണേ. വലതൻഹവുന്ന അനിൽ മുൻകർ, തിന്മയെ നിങ്ങൾ തടയണേ. ഇത് രണ്ടും നമ്മുടെ നാടിൽ, നമ്മുടെ മഹല്ലിൽ, നമ്മുടെ നാടുകളിൽ ഇത് രണ്ടും നടന്നില്ലെങ്കിൽ ഔലയൂശകന്നല്ലാഹു അയ്യബഅസ അലൈക്കും അദാബൻ മിൻ ഇൻദി, അല്ലാഹു ശിക്ഷ പറഞ്ഞേക്കും, അല്ലാഹു ശിക്ഷ പറഞ്ഞേക്കും. ഇത് രണ്ടും നമ്മുടെ നാട്ടിൽ ഇല്ലാതായാൽ, അപ്പൊ ഈ കാണുന്ന വാദകള്, പിന്നെ ക്ലാസ്സുകള്, അതുപോലെ നന്മ പ്രോത്സാഹിപ്പിക്കുന്ന, തിന്മ തടയുന്ന ആളുകളൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് ഈ പരിപാടി നിർത്തിവെച്ചാൽ അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, ആകാശലോകങ്ങളിൽ നിന്ന് അല്ലാഹു ശിക്ഷ ഇറക്കും. പിന്നെ നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യും, അല്ലാഹുവേ ഈ ശിക്ഷയിൽ നിന്ന് കാക്കണേ അല്ലാ, ഈ ക്യാൻസർ ഒന്ന് മാറ്റി തരണേ അല്ലാ, ഈ വെള്ളമില്ലാത്ത വരൾച്ച ഒന്ന് മാറ്റി തരണേ അല്ലാ. ഫലാ യസ്തജീബു ലക്കും, അല്ലാഹു നിങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കുകയില്ല. അല്ലാഹു നിങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കൂല. അതുകൊണ്ട് വലിയൊരു അപകടമാണ് ഈ വിഷയങ്ങളൊക്കെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്തേക്ക് ഒരാൾ കടന്നു വന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, അയ്യുന്നാസി ഖൈറുൻ, നിങ്ങളിൽ ജനങ്ങളിൽ ഏറ്റവും നല്ല ആൾ ആരാണ് നബിയേ? നബി തങ്ങൾ പറഞ്ഞു, അതിലേറ്റവും നല്ല ആൾ അത്ഖാഹും, അവരിൽ മുത്തഖീങ്ങളാണ് ഏറ്റവും നല്ലവരെ. അവര് കഴിഞ്ഞാൽ നന്മ കൊണ്ട് കൽപ്പിക്കുന്നവരാണ്, തിന്മ കൊണ്ട് തടയുന്നവരാണ്. അവരും കഴിഞ്ഞാൽ കുടുംബബന്ധം പുലർത്തുന്ന ആളുകൾ. മൂന്ന് കൂട്ടരെയാണ് പറഞ്ഞത്. ഒന്ന് അത്ഖാഹും, അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്നവരാണ്. ഒരു നാട്ടിലെ, ഒരു ഭൂമിയിലെ, ഒരു സമുദായത്തിലെ ഏറ്റവും നല്ലവർ. പിന്നെ അവർ കഴിഞ്ഞാൽ നന്മ കൊണ്ട് കൽപ്പിക്കുന്നവരും തിന്മ തടയുന്നവരുമാണ്. മൂന്നാമത് പറഞ്ഞത് കുടുംബബന്ധം പുലർത്തുന്ന ആളുകൾ. കുടുംബബന്ധം വിച്ഛേദിച്ച ആളുകളാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ദുആ ചെയ്യുമ്പോൾ ഒരു വഅൽ കഴിഞ്ഞു. ദുആ ചെയ്യാൻ നിൽക്കുമ്പോഴാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഈ സദസ്സിൽ കുടുംബബന്ധം തെറ്റി നിൽക്കുന്ന, പിണങ്ങി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇവിടെ നിന്ന് എണീറ്റ് പോകണം, ഇവിടെ ഇരിക്കാൻ പാടില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്,
അല്ലാഹുവിന്റെ ഹബീബിൽ നിന്ന് ഒരുപാട് ഹദീസുകൾ പഠിക്കുകയും ഒരുപാട് ഹദീസുകൾ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്ത അഹ്ലു സുഫയുടെ ആലിമായ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ക്ലാസ് എടുക്കുമ്പോഴാണ് സദസ്സിനോട് പറയുന്നത്, കുടുംബ ബന്ധം തെറ്റി നിൽക്കുന്ന ആളുകൾ, പിണങ്ങി നിൽക്കുന്ന ആളുകൾ ഈ സദസ്സിലുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇവിടെ ഇരിക്കാൻ പാടില്ല, ദയവ് ചെയ്ത് ഇവിടെ നിന്ന് എണീറ്റ് പോകണമെന്ന്. അപ്പോഴാണ് ഒരു ചെറുപ്പക്കാരൻ എണീറ്റ് പോയത്. ആരും എണീറ്റ് പോയില്ല, ഒരു ചെറുപ്പക്കാരൻ എണീറ്റ് പോയി. ആ ചെറുപ്പക്കാരന്റെ അമ്മായിയുമായി പിണക്കമായിരുന്നു. ആ ചെറുപ്പക്കാരന്റെ അമ്മായിയുമായി പിണക്കമായിരുന്നു. നേരെ ചെന്നിട്ട് അമ്മായിയോട് സലാം പറഞ്ഞു, അമ്മായി, നമ്മൾ തമ്മിലുള്ള പിണക്കം തീർന്നിരിക്കുകയാണ്, ഞാനും നിങ്ങളും തമ്മിൽ ഇനിയൊരു പിണക്കമില്ല. അപ്പൊ അമ്മായി ചോദിച്ചു, അതല്ല ഇപ്പൊ എന്തൊരു മാറ്റം, ഇതുവരെ ഈ ഒരു താല്പര്യം ഉണ്ടായിട്ടില്ലല്ലോ, ഇപ്പൊ ഒരു മാറ്റം എന്തേ, ഇങ്ങോട്ട് വന്നിട്ട് സലാം പറഞ്ഞിട്ട് സംസാരിക്കാൻ കാരണം എന്തേ? അപ്പോഴാണ് ആ ചെറുപ്പക്കാരൻ പറഞ്ഞത്, അമ്മായി, ഞാൻ ഇങ്ങോട്ട് കടന്നു വരാനും സലാം പറയാനും കാരണം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, കുടുംബ ബന്ധം പിണങ്ങി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് എണീറ്റ് പോകണമെന്നാണ്. അതെന്തേന്ന് അബൂ ഹുറൈറയോട് ചോദിക്കണേ എന്ന് പറഞ്ഞു. അബൂ ഹുറൈറയുടെ സമീപത്ത് വന്നു, അല്ലയോ അബൂ ഹുറൈറ, എന്തേ നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? അപ്പോഴാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, കുടുംബ ബന്ധം തെറ്റി നിൽക്കുന്ന ആളുകൾ ഒരു സദസ്സിലിരുന്നാൽ ആ സദസ്സിലുള്ള ദുആഇന് അല്ലാഹു ഉത്തരം നൽകൂല. എത്ര ദുആ ചെയ്താലും ഉത്തരമില്ല. യാ റബ്ബി യാ റബ്ബി യാ റബ്ബ്, അല്ലാഹുവേ എന്ന് പറഞ്ഞിട്ട് 10,000 ആളുകൾ ഒരുമിച്ച് കൂടി എല്ലാ കയ്യിലുള്ള സ്വർണ്ണവളകള്, സ്വർണ്ണമാലകള്, കൈചെയിനുകള്, കാൽചെയിനുകള്, ലക്ഷങ്ങള് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി സമർപ്പിച്ചിട്ട്, അല്ലാഹുവിന്റെ പള്ളിക്ക് വേണ്ടി സമർപ്പിച്ചിട്ട് എല്ലാവരും ഒരുമിച്ച് കൂടി അർദ്ധരാത്രി അല്ലാഹുവിനോട് കരഞ്ഞു ദുആ ചെയ്യുകയാണ്. പക്ഷേ കുടുംബ ബന്ധം തെറ്റി നിൽക്കുന്ന ഒരാൾ ആ സദസ്സിലുണ്ടെങ്കിൽ അല്ലാഹു ദുആ സ്വീകരിക്കുകയേ ഇല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാൻ. പിന്നെ എങ്ങനെ നമുക്ക് ദുആ കിട്ടും? എത്ര ആളുണ്ടാവും തെറ്റി നിൽക്കുന്ന ആളുകൾ, പിണങ്ങി നിൽക്കുന്ന ആളുകൾ? ഏതെങ്കിലും സദസ്സിൽ കുടുംബ ബന്ധം തെറ്റി നിൽക്കാത്ത ആളുകൾ ഉണ്ടാവും? ഏതെങ്കിലും സദസ്സിൽ ഉണ്ടാവും? ഉണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് മനസ്സിൽ നിയത്ത് ചെയ്യുക, ഞാൻ നന്നാവും, ഞാൻ നാളെ തന്നെ അല്ലെങ്കിൽ ഇന്ന് തന്നെ ഞാൻ സംസാരിക്കുമെന്നുള്ള നിയത്ത് വെക്കുക. അല്ലെങ്കിൽ ഇരുന്നിട്ട് കാര്യമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറഫ മൈതാനിയിൽ 10,000 ഒരുമിച്ച് കൂടിയ സ്വഹാബാക്കളെ വിളിച്ചിട്ട് പറയുകയാണ്, പിണങ്ങി നിൽക്കുന്ന ആരെങ്കിലും ഇവിടെയുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എണീറ്റ് പോകണമെന്ന്. എന്താണ് അറഫ എന്ന് പറഞ്ഞാൽ അറിയോ? ഇബ്ലീസ് നെട്ടോട്ടമോടുന്ന ദിവസമല്ലേ അറഫ ദിവസം? കാരണം അറഫ ദിവസത്തിൽ അല്ലാഹു അടിമകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നത് പോലെ വേറെ ഒരു ദിവസവും മോചിപ്പിക്കുന്നില്ല. അല്ലാഹു അടിമകൾക്ക് പാപങ്ങൾക്ക് പുറത്തു കൊടുക്കുന്ന ദിവസമാണിത്. ആ ദിവസത്തിൽ ഇബ്ലീസ് കരയുന്ന ദിവസമാണിത്. ആ സമയത്താണ് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത്, പിണങ്ങിയ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇവിടെ നിന്ന് എണീറ്റ് പോകണം. ഒരു സ്വഹാബി എണീറ്റ് പോയി. ഒരുപാട് സമയം കഴിഞ്ഞപ്പോൾ ആ സ്വഹാബി തിരിച്ചു വന്നു. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ ആ ചെറുപ്പക്കാരനെ വിളിച്ചു, എന്തിനാണ് പോയത്, എവിടേക്കാണ് പോയത്? അപ്പോഴാണ് ആ സ്വഹാബി പറഞ്ഞത്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, അല്ലാഹുവിന്റെ റസൂലേ, 8 വർഷത്തോളമായി ഞാൻ എന്റെ ഇന്നാലിന്ന ബന്ധുവുമായിട്ട് പിണക്കത്തിലായിരുന്നു. നിങ്ങൾ പറഞ്ഞപ്പോൾ എനിക്കിവിടെ ഇരിക്കാൻ പറ്റിയില്ല. അവരോട് പോയി സലാം പറഞ്ഞ് സംസാരിച്ചിട്ട് ഞാൻ വന്നു എന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, കുടുംബ ബന്ധം വിച്ഛേദിച്ച് നിൽക്കുന്ന ഒരാൾ സദസ്സിലുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ മാലാക്കമാര് ആ സദസ്സിൽ ഇറങ്ങുകയേ ഇല്ല. അല്ലാഹുവിന്റെ മലക്കിറങ്ങൂല. ഇത് സ്വർഗത്തിന്റെ പൂങ്കാവനമാണ്. ഇവിടെ മാലാക്കമാര് സന്നിഹിതരാകുന്ന സദസ്സാണിത്. ഇവിടെ നിന്ന് നാളെ മലക്കുകൾ ആകാശലോകത്തേക്ക് ചെല്ലണം. ചെന്നിട്ട് റബ്ബ് ചോദിക്കണം, എന്റെ അടിമകൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോ തിരൂരിന്റെ ഇട്ടാവിട്ടങ്ങളിൽ 100 ആളുകൾ ഒരുമിച്ച് കൂടി നിന്നെ സ്മരിക്കുന്നുണ്ട് എന്ന് പറയും നാളെ രാവിലെ അല്ലാഹുവിന്റെ മലക്കുകൾ. പക്ഷേ കുടുംബ ബന്ധം തെറ്റി നിൽക്കുന്ന ഒരാൾ ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടേക്ക് മലക്കുകൾ ഇറങ്ങുകയേ ഇല്ല. അതുകൊണ്ട് കുടുംബബന്ധം തെറ്റി നിൽക്കുന്ന ആളുകൾ വഅദ് കേൾക്കാനോ വഅദ് പറയാനോ വരുന്നുണ്ടെങ്കിൽ സദസ്സിൽ നിന്ന് മാറി നിൽക്കണം. അറ്റ്ലീസ്റ്റ് ദുആ ചെയ്യുന്ന സമയത്തെങ്കിലും മാറി നിൽക്കണം. നമ്മുടെ ദുആകൾക്കൊന്നും ഉത്തരം കിട്ടാത്തത് അതുകൊണ്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ,
അല്ലാഹു അമലുകൾ സ്വീകരിക്കാത്ത 3 വിഭാഗം ആളുകളുണ്ട്. തലയേക്കാൾ മുകളിൽ അവരുടെ അമല് പോവില്ല. തലയേക്കാൾ മുകളിൽ അവരുടെ അമൽ ഉയർത്തപ്പെടൂല. തലയേക്കാൾ മുകളിൽ അവരുടെ അമൽ ഉയർത്തപ്പെടുകയേ ഇല്ല. എല്ലാ വ്യാഴാഴ്ച രാത്രിയിലും എല്ലാ തിങ്കളാഴ്ച രാത്രിയിലും അള്ളാഹു നമ്മുടെ നന്മകൾ അള്ളാഹു കണക്കാക്കുന്നുണ്ട്. ആഴ്ച തോറും ഒരു കണക്കുണ്ട്, ഒരു അക്കൗണ്ടിങ് ഉണ്ട്. ആഴ്ച തോറും ഒരു കണക്കുണ്ട്. അതിൽ അള്ളാഹു പറയുന്നത് എന്തെന്നറിയോ? ഈ ആഴ്ചയിൽ ഇവരുടെ നന്മകളൊക്കെ കൊണ്ടുവരാൻ പറയും. അപ്പൊ അമലൊക്കെ കൊണ്ടുവരും. ഇന്നാലിന്ന് മുഹമ്മദ് ഇങ്ങോട്ട് വാ, നിന്റെ നന്മയൊക്കെ നോക്കുമ്പോ മാഷാ അല്ലാഹ് തഹജ്ജുദുണ്ട്, ഖുർആൻ ഒരു ഖത്തം തീർത്തിട്ടുണ്ട്. പക്ഷെ നോക്കുമ്പോ നീ ഇന്നാലിന്ന് അളാമയുമായിട്ട് പിണക്കത്തിലാണല്ലോ. ഇതെവിടെ മാറ്റി വെക്കും? ഇയാളുടെ അമല് നോക്കേ വേണ്ട, മാറ്റി വെക്കുക. പിന്നെന്തിന് തഹജ്ജുദ് നിസ്കാരം? പിന്നെന്തിന് ഖുർആൻ ഓതിയത്? പിന്നെന്തിന് വേദ പറഞ്ഞത്? വേദ വന്നതെന്തിന്? പറഞ്ഞതെന്തിന്? സ്വതക്ക കൊടുത്തതെന്തിന്? ഒന്നും അല്ലാഹുവിന് വേണ്ട. പിണങ്ങി നിൽക്കുന്നവരുടെ ഒന്നും അല്ലാഹുവിന് വേണ്ട. പിന്നെ പിണങ്ങിയിട്ട് എന്താ കാര്യം? സംസാരിച്ചൂടെ? നമ്മൾ നാളെ സ്വർഗത്തിലേക്ക് പോകേണ്ട ആളുകളല്ലേ? എന്ത് പ്രശ്നമാവട്ടെ, ചെറിയ ചെറിയ പിറ്റി കേസിന്റെ പേരിലാണ് പല പ്രശ്നങ്ങളും നടക്കുന്നത്. ഈ വാല് ഇങ്ങനൊരു വിഷയം വടകരയിലുള്ള ഒരു സ്ഥലത്ത് പറഞ്ഞു. അവിടെ വർഷങ്ങളായി തെറ്റി നിൽക്കുന്ന ഒരു കുടുംബമുണ്ടായിരുന്നു. മാഷാ അല്ലാഹ്, അവര് നന്നായി. ഒരുപാട് കുടുംബങ്ങൾ അൽഹംദുലില്ലാഹ് നല്ല ഈമാനുള്ള നല്ല ദീനിനെ സ്നേഹിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ആ ഭാഗത്തൊക്കെ ജീവിച്ചിരിക്കുന്നു. അല്ലാഹു അവർക്കൊക്കെ ഖൈർ ചെയ്യട്ടെ. അല്ലാഹു അവർക്കൊക്കെ ഖൈർ ചെയ്യട്ടെ. അപ്പോൾ ഞാൻ പറയാം, നമ്മൾ കുറേ അമൽ ചെയ്തിട്ടൊന്നും കാര്യമില്ല. കുടുംബ ബന്ധം വലിയ വിഷയമാണ്. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട 3 കാര്യം. അയ്യുന്നാസി ഖൈർ, ജനങ്ങളിൽ ഏറ്റവും നല്ലവൻ ആര് എന്ന് ചോദിച്ചപ്പോൾ ഒന്നാമത് പറഞ്ഞത് മുത്തഖീങ്ങളാണ്. രണ്ടാമത് പറഞ്ഞ നന്മ കൊണ്ട് കൽപ്പിക്കുകയും തിന്മ തടയുകയും ചെയ്യുന്നവൻ. മൂന്നാമത് പറഞ്ഞത് കുടുംബ ബന്ധം പുലർത്തുന്നവനാണ്. കുടുംബ ബന്ധം തെറ്റി നിൽക്കുന്നവന്റെ അമല് അള്ളാഹു നോക്കുകയില്ല, അള്ളാഹു സ്വീകരിക്കുകയില്ല. അവന്റെ തലയേക്കാൾ മുകളിൽ അവന്റെ അമല് പോവില്ല. നിസ്കാരം ഇവിടെ ബാക്കി, നോമ്പ് ബാക്കി, സ്വതക്ക ബാക്കി, ഹജ്ജ് ബാക്കി, എല്ലാം ബാക്കി. ഇതെപ്പോൾ പിണക്കം ശരിയാണ് അന്ന് പഠിച്ചം സ്വീകരിക്കുക. അതിനുമ്പ് മരിച്ചു പോയാൽ പിന്നെ ആരും കഷ്ടമാണ്. എപ്പം മരിക്കുന്നവർക്ക് പറയാനും പറ്റില്ല. അള്ളാഹുവിന് ഞങ്ങൾക്ക് ബോധം നൽകണേ. പഠിച്ചോനെ നമ്മളൊക്കെ നന്നാക്കണേ. അള്ളാഹ് കുടുംബ ബന്ധമൊക്കെ വളരെ സ്നേഹത്തിൽ നിലനിർത്താനുള്ള തൗഫീഖ് നൽകണേ റബ്ബേ. എൻ്റെ പ്രിയമുള്ള സഹോദരൻ, വളരെ ഗൗരവത്തിൽ വിഷയം ശ്രദ്ധിക്കുക. പറഞ്ഞു വന്ന വിഷയം 1 ഖംസു ഖിസാൽ. അതിലൊന്നാമത്തേത് തെറ്റും ഇങ്ങനെ വ്യാപിക്കുമ്പോൾ ഇവിടെ എന്തുണ്ടാകും? രോഗങ്ങൾ, മാറാരോഗങ്ങൾ അള്ളാഹു നൽകും. മാറാരോഗം, അതിന് മരുന്ന് കിട്ടൂല, ആ രോഗത്തിന് പേരുണ്ടാവൂല. മുൻകാലത്ത് ഒരാൾക്കും ലഭിക്കാത്ത രോഗങ്ങളാണ് ഇന്ന് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. രണ്ടാമത് പറഞ്ഞത് വലം യൻഖുസുൽ മിക്യാല വൽ മീസാൻ ഇല്ലാ ഉഖിദൂ ബിസ്സിനീൻ. കച്ചവടത്തിൽ കൃത്രിമം കാണിച്ചാൽ ഇവിടെ ക്ഷാമമുണ്ടാവും. കച്ചവടത്തിൽ കൃത്രിമം കാണിക്കുക. അനാദിക്കട നടത്തുന്ന ആളാണ്. 1 കിലോയുടെ അരി അത് കുറച്ച് 100 ഗ്രാം കുറച്ച് കൊടുക്കുക. ടെക്സ്റ്റൈൽസ് നടത്തുന്ന ആളാണ്. വെറുതെ കള്ളലാഭം. കുപ്പായത്തിന് ആകെ 250 രൂപയുള്ളൂ, 1000 രൂപയ്ക്ക് വിൽക്കാണ്. അപ്പൊ ഒന്ന് കുറച്ചൊന്നുകൂടെ, എന്നാ നിനക്ക് നമ്മളെ സ്വന്തം ആളായതുകൊണ്ട് 750 രൂപ, നമ്മളെ സ്വന്തം ആളായതുകൊണ്ട് 750 രൂപ. അപ്പോൾ ഒന്നും കൂടി 600 രൂപയ്ക്ക് വിറ്റൂടെ? അപ്പൊ അയാൾ പറയും, സത്യമാണ്, എനിക്ക് നഷ്ടമാണ്, 600 രൂപയ്ക്ക് വിട്ടത് നഷ്ടമാണ്. സത്യത്തിൽ ഇയാൾ വാങ്ങിച്ച് 250 രൂപയ്ക്കാണ്. കളവല്ല, പച്ചക്കള്ളല്ല. അതുകൊണ്ട് കളവ് പറയരുത്. എനിക്ക് ലാഭം കിട്ടണമെങ്കിൽ ഇത്ര പൈസക്ക് വിറ്റാലേ ലാഭം കിട്ടുള്ളൂ, എനിക്ക് 250 താഴെ കുറക്കാൻ പറ്റൂല. അങ്ങനെ പറയുന്നതിന് പകരം എനിക്കിത് നഷ്ടമാണ്, എനിക്കിത് നഷ്ടമാണ് എന്ന് പറഞ്ഞ് ഞാൻ 600 രൂപയ്ക്ക് വാങ്ങിയാണ്, അത് ഞാൻ 600 രൂപ തന്നപ്പോൾ എനിക്ക് നഷ്ടമല്ലേ എന്നൊക്കെ ചോദിക്കും. ഇതൊക്കെ വേണ്ടാത്ത വിഷയമാണ്. അവർ വിലയുടെ തുക കണക്ക് പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ ലാഭം നമ്മൾക്ക് പറയാം, അതിനനുസരിച്ച് കച്ചവടം ചെയ്യാം. കച്ചവടത്തിൽ കൃത്രിമം കാണിച്ചാൽ വാട്സപ്പിലൊക്കെ നിങ്ങളൊരു വീഡിയോ കണ്ടിട്ടുണ്ടാകും. ആ മറ്റേ തെരുവോരങ്ങളിൽ ഫ്രൂട്ട്സ് കച്ചവടം നടത്തുന്ന ആളുകൾ അവരെന്ത് ചെയ്യുന്നറിയോ? ഒരു 10 കവർ ഓറഞ്ച് അവർ നേരത്തെ തന്നെ ഇവിടെ കെട്ടിവെക്കും. ഇവിടെ അതിലാകെ ഉണ്ടാവുക 800 ഗ്രാമാണ്. അതിൽ 800 ഗ്രാം ഉണ്ട്. ഒരു 10 കവർ താഴെ കെട്ടിവെക്കും. അപ്പോൾ ആള് 1 കിലോ ഓറഞ്ച് എന്ന് വാങ്ങാൻ വരും. അപ്പോൾ അയാളുടെ മുമ്പിൽ ഓറഞ്ച് എന്ത് ചെയ്യും? 1 കിലോഗ്രാം തൂക്കി വെക്കും. എന്നിട്ട് അയാൾ എന്തോ പിന്നെ ബില്ലെടുക്കുമ്പോൾ അല്ലെങ്കിൽ കവർ എടുക്കാന്ന് പറഞ്ഞിട്ട് ഈ തുക ഈ പാക്ക് താഴെ വെക്കും. എന്നിട്ട് നേരത്തെ തൂക്കി വെച്ച് 800 ഗ്രാമിന്റെ ഓറഞ്ച് എടുത്ത് അങ്ങോട്ട് കൊടുക്കും. ആ വീഡിയോ വാട്സപ്പിലൊക്കെ ഞാൻ കണ്ടിരുന്നു. അതുകൊണ്ട് പറയാം, അഭിനയല്ല, ഇതൊക്കെ റിയലാണ്, കണ്ട സംഭവമാണ്, നടന്ന സംഭവമാണ്. അപ്പൊ ഇങ്ങനെ തൂക്കത്തിലും അളവിലും വ്യത്യാസം വരുത്തിയാൽ നമ്മുടെ നാട്ടിൽ ക്ഷാമമുണ്ടാവും. എല്ലാ ക്ഷാമവും, നോട്ട് ക്ഷാമം ഉണ്ടാകും, വെള്ളത്തിന്റെ ക്ഷാമം ഉണ്ടാകും, ഭക്ഷണ ക്ഷാമം, എല്ലാ ക്ഷാമം ഉണ്ടാവും. കച്ചവടത്തിൽ കൃത്രിമം കാണിച്ചാൽ പിന്നെ പറയാണ് ചെലവ് വർദ്ധിക്കും. 1000 രൂപയുമായി അങ്ങാടിയിലേക്ക് ചെന്നാൽ ആകെ ഒരു അക്കൂറ വാങ്ങിച്ച് വരാനേ പറ്റുള്ളൂ. ഒരു കിങ് ഫിഷ് വാങ്ങുമ്പോൾ 1000 രൂപ.
അല്ലെങ്കിൽ രാവോലി വാങ്ങുമ്പോൾ തന്നെ 1000 രൂപ. പഴയ കാലത്ത് 200 രൂപ, ഇന്ന് 600, 700, 800 രൂപ വരെ എത്തി. 1000 രൂപ കൊണ്ട് ടൗണിൽ പോയാൽ ഒന്നും കിട്ടാത്ത കാലമാണ്. ചെലവ് വർദ്ധിക്കുന്ന കാലം വരും. നമ്മെ ഭരിക്കുന്ന ഭരണാധികാരികൾ നമ്മൾക്കെതിരെയുള്ള നിയമം കൊണ്ടുവരും. ഉണ്ടോ? നമ്മുടെ ഭരണാധികാരികൾ നമ്മൾക്കെതിരെ നിയമം കൊണ്ടുവരും. അതുണ്ട്, നമ്മൾ അനുഭവിക്കുന്നുണ്ടോ? രാജ്യത്തിനോ രാജ്യത്തിന്റെ പൗരന്മാർക്കോ ഉപകാരമില്ലാത്ത ചില നിയമങ്ങൾ കൊണ്ടുവന്നു. ഭരണാധികാരികൾ നാട്ടിലെ സിറ്റിസൺ പൗരന്മാർക്ക്, ഇതിന്റെ പൗരന്മാർക്കെതിരെയുള്ള തീരുമാനം കൊണ്ടുവരും. അതുകൊണ്ട് രാജ്യത്തിന് ഉപകാരമില്ല, നാടിന് ഉപകാരം, നഷ്ടം ഉണ്ടായിട്ടുള്ളൂ. ഒരാൾ മരിച്ചുപോയി, കുറെ നഷ്ടം ഉണ്ടായെന്നല്ലാതെ ഇതുകൊണ്ടൊരു നേട്ടം ഉണ്ടായിട്ടില്ല. ഇതെപ്പോഴുണ്ടാവുന്നത് അളവിലും തൂക്കത്തിലും വ്യത്യാസം വരുത്തുമ്പോ പിന്നെ പറയാണ് നമ്മൾ സകാത്ത് കൊടുക്കാതെ മാറി നിന്നാൽ ഇല്ലാ മുനിഉൽ ഖിത്റ മിനസ് സമാ, ബഹുമാനപ്പെട്ട ബൊറാട് സൈദാലിക്കുട്ടി ഉസ്താദ് നമ്മുടെ വേദിയിലേക്ക് കടന്നു വരികയാണ്. അപ്പം ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കാൻ പോവാണ്. ഇൻഷാ അല്ലാഹ് മൂപ്പര് ദുആഇന് നേതൃത്വം നൽകും. ഉസ്താദിക്കും വിദ്വാൻ നിങ്ങളോട് ഉസ്താദിനോട് എല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഹലാലായ ഉദ്ദേശങ്ങളൊക്കെ അല്ലാഹു നിറവേറ്റി തരട്ടെ. അപ്പോൾ നമ്മൾ പറയുന്നത് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. നമ്മൾ പറഞ്ഞു വന്നത് വലം യംനഉ സകാത അംഫാലിഹി. ബക്കറ്റ് വരുന്നുണ്ടല്ലേ? ഇൻഷാ അല്ലാഹ് ബക്കറ്റ് വരും നിങ്ങളുടെ സമീപത്തേക്ക്. പെണ്ണുങ്ങളുടെ ഭാഗത്ത്, ആണുങ്ങളുടെ ഭാഗത്തൊക്കെ ഒരു മിനിമം 100 ഇട്ട് കൊടുക്കണം എന്നത് എൻ്റെ ആഗ്രഹമാണ്. മിനിമം 100, മുകളിൽ എത്ര ആവാം പറ്റൂല. ഇന്ന് സമാപനാണ്, പറ്റൂലേ? ചെറിയ തുകയാണ്, കൊണ്ടുവന്നിട്ടില്ല, നാളെ കൊടുത്താൽ മതി. ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്. പെണ്ണുങ്ങൾ പറ്റൂല, ഒരു 100 രൂപ മിനിമം ഇട്ടാ. ഇനിയിപ്പോൾ 500 വിചാരിച്ചാൽ ഉസ്താദ് 100 ആണല്ലോ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് 100 ഇട്ട് കൊടുത്തേക്കല്ല. അപ്പോൾ ബക്കറ്റ് വന്നോ? ബക്കറ്റ് എന്തായാലും ഇപ്പോൾ പോകുന്നത് കാപ്പിയാണല്ലോ. കാപ്പിക്ക് ഇട്ട് കൊടുത്തേക്കല്ല. വലം യംനഉ സകാത അംഫാലിഹി. നമ്മുടെ സമ്പത്തിന്റെ സകാത്ത് കൊടുക്കാതെ നമ്മൾ മാറി നിൽക്കുമ്പോൾ ഇല്ലാ മുനിഉൽ ഖിത്റ മിനസ് സമാ, മഴ ലഭിക്കൂല. മഴയുണ്ടോ? ഇല്ല. മഴയുണ്ടോ? മഴ വരണോ? എന്ത് വേണം? നമ്മളെല്ലാവരും നമ്മുടെ വരുമാനത്തിന്റെ കൃത്യമായ സകാത്ത് കൊടുത്താൽ ഇവിടെ മഴയുണ്ടാവും. അതാണ് നേരത്തെ അല്ലാഹു പറഞ്ഞത്, ഞാൻ ഒരാളെയും സൃഷ്ടിച്ചിട്ടില്ല, ഒരാളെയും ഞാൻ ആക്രമിച്ചിട്ടില്ല. അല്ലാഹു ഒരാളെയും ആക്രമിച്ചിട്ടില്ല. അല്ലാഹുവിനത് പാടില്ല. എല്ലാവരും അക്രമത്തെ ചോദിച്ചു വാങ്ങിയവരാണ്. ചോദിച്ചു വാങ്ങിയ, മഴയില്ലാത്ത പ്രതിസന്ധി നമ്മൾ ചോദിച്ചു വാങ്ങിയതാണ്. മര്യാദയ്ക്ക് സക്കാത്ത് കൊടുത്തത് കൊണ്ട് ഒരാളുടെ സമ്പത്തും കുറയൂല, സമ്പത്തിൽ വർധനവുണ്ടാവും എന്നല്ലാതെ സമ്പത്തിൽ ഒരു കുറവുണ്ടാവൂല. നമ്മൾ കൊടുക്കൂല. അപ്പൊ എന്തായി? ഉള്ള സമ്പത്ത് മോടി പിടിച്ചു. 35% ടാക്സ്. മര്യാദയ്ക്ക് 2% കൊടുത്താൽ മതിയായിരുന്നു, അല്ലെ? 2% കൊടുത്താൽ മതിയായിരുന്നു. അത് കൊടുത്തില്ല, 35% പിടിച്ചു മോടി. അല്ലാഹ് തരുന്ന ശിക്ഷയാണ്. അതുപോലെ മഴയും തടയും അല്ലാഹ്. മഴയില്ല വർഷം. അല്ലാഹു നമ്മൾക്കൊക്കെ മഴ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മൃഗങ്ങൾ പറയുമത്രേ, മഴയില്ലാതെ കഷ്ടപ്പെടുമ്പോ ഇവിടെയുള്ള ഉറുമ്പുകളും ഇവിടെയുള്ള മൃഗങ്ങളുമെല്ലാം പറയുമത്രേ, മനുഷ്യന്മാര് തെറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഇവിടെ മഴയില്ലാത്ത അവസ്ഥ ഉണ്ടായതെന്ന് മൃഗങ്ങൾ പറയുമെന്ന് മഹാനായ മുജാഹിദ് റളിയല്ലാഹു അൻഹു. സുലൈമാൻ നബി മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യാൻ ആളുകളെയൊക്കെ ഒരുമിച്ച് കൂട്ടി. മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യാൻ ആളുകളൊക്കെ ഒരുമിച്ച് കൂട്ടി. ആളുകൾ വന്ന് ദുആ ചെയ്യുന്നതിന് മുമ്പേ മഴ വന്നു. അപ്പൊ സുലൈമാൻ നബി ചോദിച്ചു, എന്താ റബ്ബേ ഇങ്ങനെ മഴ വരാനുള്ള കാരണം? ഞങ്ങളാരും ദുആ ചെയ്തിട്ടില്ലല്ലോ. അപ്പോഴാണ് അല്ലാഹു പറഞ്ഞത്, സുലൈമാൻ നബിയെ, മാളത്തിൽ നിന്ന് ഉറുമ്പിന്റെ കൈകൾ ഉയർത്തി ദുആ ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ,
മനുഷ്യന്മാര് ചെയ്ത തെറ്റു കാരണം നീ ഞങ്ങൾക്ക് മഴ നിഷേധിക്കല്ലേ അല്ലാ എന്ന് ഉറുമ്പ് ദുആ ചെയ്തത് കൊണ്ടാണ് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുമ്പ് ഞാൻ മഴ തന്നത് എന്ന് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു പറയുകയാണ്. ഒരു പുരുഷന് അള്ളാഹു ഭക്ഷണം നിഷേധിക്കുന്നത്, അള്ളാഹു അയാൾക്ക് അനുഗ്രഹങ്ങളെ നിഷേധിക്കുന്നത് അയാൾ ചെയ്യുന്ന തെറ്റ് കാരണത്താലാണ്. ഒരാള് തെറ്റ് ചെയ്യുമ്പോഴാണ് അള്ളാഹു അയാൾക്ക് ലഭിക്കേണ്ട അനുഗ്രഹങ്ങളെ തടഞ്ഞു വെക്കുന്നത്. അപ്പൊ തെറ്റ് നമ്മൾ സ്വയം മാറണം, എന്നിട്ട് നമ്മൾ മറ്റൊരാളെ തെറ്റിൽ നിന്ന് മാറ്റുകയും വേണം. അതാണ് നന്മ വളരാനും വിളയാനും തിന്മ തടയാനും വേണ്ടി നമ്മൾ ദുആ ചെയ്യണം എന്ന്, നമ്മൾ കൈകോർക്കണം എന്ന് നമ്മളിവിടെ. എന്താണ് കുടുംബക്കാർ ഓഹരി സ്വത്ത് തരാനുണ്ടെങ്കിൽ തെറ്റി നിൽക്കാമോ? അതെന്തിനാ തെറ്റി നിൽക്കുന്നത്? ഒരു കാരണവശാലും തെറ്റാൻ പാടില്ല. പിന്നെ ഓഹരി സ്വത്ത് തരാനുണ്ടെങ്കിൽ പ്രത്യേകമായിട്ട് തെറ്റി നിൽക്കാൻ പറ്റുമോ? തെറ്റാ എന്നൊരു സംഭവം മുസ്ലിം ഉമ്മത്തിന് പാടില്ല. നമ്മൾക്ക് ദേഷ്യപ്പെടാം, തെറ്റ് ചെയ്താൽ ദേഷ്യപ്പെടാം, അത് പിണക്കല്ല. തെറ്റ് ചെയ്താൽ ദേഷ്യപ്പെടാം, പിണക്കല്ല. കുടുംബ ബന്ധം അർശുമായി ബന്ധപ്പെട്ട് കിടക്കാണ്. കുടുംബ ബന്ധം വിച്ഛേദിച്ചവനെ അല്ലാഹുവേ നീയും വിച്ഛേദിക്കണം, നീയും അവനൊരു ബന്ധം വേണ്ട. ഇത് കുടുംബ ബന്ധം ചോദിച്ചു വാങ്ങിയ വരമാണ്, പടച്ചവനോട് ചോദിച്ചു വാങ്ങിയ വരമാണ്. അല്ലാഹുവേ ഉപ്പയോട്, ഉമ്മയോട്, അളാപ്പമാർ, മുത്താപ്പമാർ, അമ്മായിമാർ, അമ്മോശന്മാർ, കാക്കമാർ, ഇങ്ങനെ ആരോടൊക്കെ തെറ്റി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് നീ ഒരു ബന്ധം വെക്കരുത് എന്ന് കുടുംബ ബന്ധം അല്ലാഹുവിനോട് ചോദിച്ചു വാങ്ങിയ വരമാണ്. അല്ലാഹു ഒരു ബന്ധം വെക്കൂല അവരോട്. പിന്നെ സ്വത്തിന്റെ പേരിൽ തെറ്റി നിൽക്കാന്ന് പറഞ്ഞാൽ ആ സ്വത്ത് തന്നില്ലെങ്കിൽ സ്വത്ത് ഒഴിവാക്കിക്കോളി, നിങ്ങൾക്ക് അല്ലാഹു ദുനിയാവിലും പകരം തരും, ആഖിറത്തിലും പകരം തരും. അങ്ങനെ തരും. ഇനി ഒരു പക്ഷെ നിങ്ങൾ അതിന്റെ പേരിൽ പിണങ്ങാതെ അയാളോട് നല്ല ബന്ധം വെച്ചാൽ ഈ ഒരു ബന്ധത്തിന്റെ പേരിലെങ്കിലും അയാളുടെ മനസ്സ് മാറും. നിങ്ങൾ പിണങ്ങിയതുകൊണ്ട് എന്താ കാര്യം? പിണങ്ങിയതുകൊണ്ട് കുറച്ചും കൂടി വാശി കൂടി നിങ്ങളുടെ സ്വത്ത് എങ്ങനെ കയ്യിലാക്കാൻ ചിന്തിക്കാന്നല്ലാതെ എന്താ കാര്യം? അതുകൊണ്ട് ഒന്നും കൂടി അയാളോട് സ്നേഹം വെക്കുക. നിങ്ങൾ സ്വത്ത് തരുന്നില്ലേ, എന്നാ പിന്നെ ഒന്നും കൂടി ചങ്ങാതി അടുപ്പിക്കുമ്പോൾ അയാൾക്ക് ഞാൻ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിച്ച ചേട്ടാണ്, അയാൾ എന്നോട് അടുപ്പാണല്ലോ, എന്നാ പിന്നെ അയാൾക്ക് കുറച്ച് കൊടുക്കുക. അങ്ങനെ ഒരു അതുകൊണ്ട് കുടുംബ ബന്ധം യാതൊരു എക്സ്ക്യൂസ് ഇല്ലാത്തൊരു വിഷയമാണ്. നല്ല ബന്ധം വെക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് നമ്മൾ തിന്മ തടയാനും നന്മയെ പ്രോത്സാഹിപ്പിക്കാനും നമ്മൾ കൈകോർക്കുക എന്ന വിഷയമാണ്. പക്ഷേ തിന്മ തടയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന ആളുകളുടെ പേര് വിളിച്ചിട്ട് മോശമാക്കരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ പ്രഭാഷണം നടത്തും. ചില തിന്മകൾ അല്ലാഹുവിന്റെ ഹബീബിന് ഇഷ്ടമല്ല. നബി തങ്ങൾ പോവും, മാ ബാലു അഖ്വാമിൻ യഫഅലൂന കദാ വകദാ, ഇന്ന തെറ്റ് ചെയ്ത ആളുകളുടെ പേര് പറയില്ല, തെറ്റ് പറയും. ഇപ്പൊ ഗാനമേള ഇവിടെ നടന്നു. ഗാനമേളൊക്കെ സംഘടിപ്പിക്കുന്ന ആളുകളുടെ അവസ്ഥ എന്താണ്? അവർക്ക് അല്ലാഹുവിനെ പേടിയില്ലേ? ഗാനമേള വെക്കുക, പാട്ട് വെക്കുക, കള്ള് കുടിക്കുക, എന്നിട്ട് റോട്ടിൽ നൃത്തം നാടി റാലി പോലെ നമ്മൾ സമരം പോവുക. ഇതൊക്കെ അല്ലാഹുവിന് ഇഷ്ടപ്പെടുന്ന വിഷയമാണോ? അങ്ങനെയുള്ള ആളുകളുടെ കഥ എന്താണ്? അതെന്തിന്റെ പേര്? നേർച്ചയുടെ പേരാണെങ്കിലും ഉറൂസാണെങ്കിലും കല്യാണാണെങ്കിലും എന്താവട്ടെ, അങ്ങനെ ചെയ്യുന്ന ആളുകളുടെ അവസ്ഥ എന്താണ്? ഈ പാപം അല്ലാഹുവിന്റെ ശിക്ഷ വരാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളാണ്. അല്ലാഹു നമ്മളെയൊക്കെ അല്ലാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്തുമാറാവട്ടെ. തെറ്റ് ചെയ്യാതെ ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നന്മയ്ക്ക് വേണ്ടി കരുത്തോടെ നിൽക്കാനും തിന്മയെ കരുത്തോടെ തടയാനുമുള്ള നെഞ്ചുറപ്പ് അല്ലാഹു നമ്മൾക്ക് നൽകുമാറാവട്ടെ. മനക്കരുത്ത് അല്ലാഹു നമ്മൾക്ക് നൽകുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.